ഏവർക്കും നമസ്കാരം. മാസ്റ്റർ കീ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർച്ച് അസിസ്റ്റൻ്റ് പരീക്ഷയിൽ 2024 റിസർച്ച് അസിസ്റ്റൻ്റ് പരീക്ഷയിൽ നമുക്ക് എക്കണോമിക്സിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ചോദ്യങ്ങളും അതിൻ്റെ ഒരു അനാലിസിസുമാണ്. അതായത് 2026 നമ്മൾ റിസർച്ച് അസിസ്റ്റൻറ്റിന് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നു അല്ലേ. 2027 ജൂലൈ മാസത്ത് ഉറപ്പായിട്ടും പരീക്ഷ ഉണ്ടാകും. കഴിഞ്ഞ 2023 നോട്ടിഫിക്കേഷൻ വന്നു, 24 ജൂലൈയിൽ പരീക്ഷ നടത്തി. അതുപോലെ 2025 ഫെബ്രുവരിയിൽ റാങ്ക് ലിസ്റ്റും വന്നു ആണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് 2026 നോട്ടിഫിക്കേഷൻ, 2027 ജൂലൈയിൽ പരീക്ഷ, ജൂൺ അല്ലെങ്കിൽ ജൂലൈയിൽ പരീക്ഷ, ദെൻ 2028 ഫെബ്രുവരിയിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ്. അപ്പോൾ വളരെ നിലവാരം കൂടിയ ഒരു പരീക്ഷ, PG ലെവലിൽ ഉള്ള ഒരു പരീക്ഷ, ഏറ്റവും നല്ല ഒരു പോസ്റ്റിൽ നിയമനം ലഭിക്കാവുന്ന ഒരു തസ്തിക. അപ്പോൾ എന്തുകൊണ്ടും ഒരു PG ലെവലിൽ പ്രത്യേകിച്ചും എക്കണോമിക്സ്, ദെൻ കൊമേഴ്സ്, മാത്തമെറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ദെൻ ഒന്ന് രണ്ടധികം കൂടെ അഗ്രികൾച്ചറൽ എക്കണോമിക്സ്, ദെൻ എക്കണോമെട്രിക്സ്. അപ്പോൾ ഇതിലൊക്കെ PG ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് റിസർച്ച് അസിസ്റ്റൻ്റ്. അപ്പോൾ ഈ കഴിഞ്ഞ മാസം റിസർച്ച് ഓഫീസർ പരീക്ഷ, ഈ PG നിലവാരത്തിലുള്ള തന്നെ ഒരു റിസർച്ച് ഓഫീസർ പരീക്ഷ കഴിഞ്ഞു പോയി അല്ലേ. അപ്പോൾ നമുക്ക് ആ ചോദ്യപേപ്പർ വിശകലനം ചെയ്താൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ആ പരീക്ഷ വളരെ എളുപ്പമായിരുന്നു. ഒന്ന്, PG നിലവാരം പുലർത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പകുതിയിലധികം ചോദ്യങ്ങളും, ഒരു 60% ചോദ്യങ്ങളും ഡിഗ്രി നിലവാരം പോലും പുലർത്തിയില്ല എന്നുള്ളതാണ് സത്യം അല്ലേ. അപ്പോൾ അതൊന്നും നമുക്ക് ഒരു കുറ്റമായിട്ടോ ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ സാധ്യതയില്ല, അതിനുള്ള വഴിയല്ല. ഒരു ചോദ്യങ്ങൾ എങ്ങനെ വേണോ വരാം. കൃത്യം സിലബസ് എന്നുള്ള ചോദ്യങ്ങളാണോ, ചോദ്യങ്ങൾ നമ്മൾ എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നു, അത് എളുപ്പമുള്ള ചോദ്യമായാൽ നമുക്ക് അത്രയും നല്ലതാണ് അല്ലേ. ഹാർഡായി കഴിഞ്ഞാൽ അത് അത്രയും നല്ലതാണ് മറ്റൊരു തരത്തിൽ. അതെങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം, മനസ്സിലായി. എന്തായാലും ഒരു പരീക്ഷയെ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ നേടേണ്ട കാര്യം, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ചോദ്യകർത്താക്കളെ അറിയണം എന്നല്ല, പരീക്ഷയെ അറിയണം, സിലബസിനെ അറിയണം, സിലബസ് പൂർണ്ണമായും പഠിക്കണം. സിലബസിന് നമുക്ക് എത്ര നീതിയോടെ നമുക്ക് പഠിക്കാൻ പറ്റുമോ അത്ര നീതിയോടെ നമ്മൾ പഠിച്ച് നമ്മൾ പരമാവധി ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, മാറണം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു പഠനമാണ് നമ്മുടെ ഭാഗത്ത് നമ്മൾ ഉണ്ടാവേണ്ടത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ പരീക്ഷകൾ നമുക്ക് ഈ PG നിലവാരമുള്ളതായിക്കോട്ടെ ഏത് പരീക്ഷകളായിരുന്നാലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ മാസ്റ്റർ കീ അതിനു വേണ്ടിയുള്ള ഒരു വലിയൊരു തയ്യാറെടുപ്പിലേക്കാണ്. ഒരു ദീർഘകാലത്തേക്കുള്ള ഒരു പഠന സഹായമാണ് നിങ്ങൾക്ക് വേണ്ടി മാസ്റ്റർ കീ ഒരുക്കുക. ശരിയല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഒരു പരീക്ഷ അപ്രോച്ച് ചെയ്യാൻ നമ്മൾ പോകുമ്പോൾ ആദ്യം ആ പരീക്ഷയെ അറിയുക എന്നുള്ളതാണ്. അപ്പോൾ പരീക്ഷയെ അറിയുക എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷ ഒരു PG നിലവാരത്തിലെ പരീക്ഷയാണ്. ശരിയാണല്ലോ? അപ്പോൾ ചോദ്യങ്ങൾ എളുപ്പമായിക്കോട്ടെ, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. ക്ലിയർ? നമ്മൾ പരീക്ഷ അറിയുക, ഒരു PG നിലവാരത്തിലെ പരീക്ഷയാണ്. റിസർച്ച് അസിസ്റ്റന്റ് 2024 പരീക്ഷ ഒരു PG നിലവാരത്തിലെ പരീക്ഷ തന്നെയായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ PG ആണ്, എല്ലാം ശരിയാ. പക്ഷെ ആ ചോദ്യപേപ്പർ വന്നത് ഒരു PG നിലവാരത്തിലെ ചോദ്യപേപ്പർ ആയിരുന്നു. മനസ്സിലായോ? നല്ല ലെവലാണ്. നിങ്ങൾക്ക് ഞാൻ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയർ? നിങ്ങൾ ഈ ഒരു വീഡിയോ ഒരു 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് എക്കണോമിക്സിനുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാനൊരു 65ഓളം സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇത് ഒരു കുറച്ച് ഭാഗമെങ്കിലും, 10 ചോദ്യം നിങ്ങളുടെ മുന്നിൽ ഞാൻ തരുന്നു, പക്ഷെ അത് നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമല്ലോ. അപ്പോൾ 64 സ്ലൈഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം ടൈം നമുക്കിതിലെടുക്കണം.
മനസ്സിലായല്ലോ? വെറുതെ ചോദ്യം പറഞ്ഞ് ഉത്തരം പറഞ്ഞു പോകുന്ന ഒരു കീഴ്വഴക്കമല്ല, അതല്ലല്ലോ. നമുക്കൊരു പരീക്ഷയെ നമ്മൾ ആദ്യം നമ്മൾ അറിയാനായിട്ട് പോവുകയാണ്, അല്ലേ? അപ്പോൾ ഒരു പരീക്ഷ അറിയാനായിട്ട് പോകുമ്പോൾ അത് എങ്ങനെ ചോദ്യം വന്നു, സിലബസിൽ ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യം വന്നത്, ഏത് ഭാഗത്തു നിന്നായിക്കോട്ടെ അത് എങ്ങനെ ചോദ്യകർത്താവ് ചോദിച്ചു, ഈ വക കാര്യങ്ങളാണ് ഓരോ ചോദ്യങ്ങൾ വച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നമ്മൾ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ആസ്പിരൻ്റ് ആണെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രമിക്കേണ്ടത്, ഞാൻ ഏത് പരീക്ഷയാണ് എഴുതാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഏത് പരീക്ഷയാണ് ഞാൻ പഠിക്കാൻ, ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്, ആദ്യം നമ്മൾ അത് മനസ്സിലാക്കണം. ഒന്നാമത്തെ പോയിന്റ് ഇടാ, നിങ്ങൾ ഒരു PG നിലവാരത്തിലെ പരീക്ഷയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു പോയിന്റ്, എത്ര മാത്രം നമ്മൾ സീരിയസ് ആകണം എന്നുള്ളത്. മനസ്സിലായോ? ക്ലിയർ? പരീക്ഷാ ചോദ്യപേപ്പറുകൾ എളുപ്പമോ ഹാർഡോ ആയിക്കോട്ടെ, രണ്ടിനും രണ്ടതായിട്ടുള്ള വെയിറ്റേജ് നമുക്കുണ്ട്. സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരാൾക്ക് രണ്ടിനും രണ്ട് തരത്തിലുള്ള വെയിറ്റേജ് ഉണ്ട്. നമ്മൾ എപ്പോഴും പോസിറ്റീവ് സൈഡാണ് കാണേണ്ടത്. മനസ്സിലായോ? രണ്ടിനും രണ്ട് തരത്തിലുള്ള ഒരു വെയിറ്റേജ് നമുക്കുണ്ട്. മനസ്സിലായോ? അപ്പോൾ ആ വാക്ക് സാർ സ്ട്രെസ് ചെയ്ത് പറയാണ്, പരീക്ഷ എളുപ്പമായിക്കൊള്ളട്ടെ, ദെൻ ഒരു PG നിലവാരത്തിലേക്ക് ചോദ്യങ്ങൾ ഉയർന്നു എന്നിരിക്കട്ടെ. ഏത് ചോദ്യങ്ങൾ വന്നിരുന്നാലും ഒരു സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരു ആസ്പിരന്റിന് നിർബന്ധമായിട്ടും ഉറപ്പായിട്ടും നമുക്ക് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന്, ഞാൻ ആ വാക്ക് തന്നെ എടുത്ത് പറയുന്നു, നമുക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു വെയിറ്റേജ് രണ്ടിനും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഘടകമാണ് സീരിയസ് ആയിട്ട് പഠിക്കുക. രണ്ട്, പരീക്ഷയെ അറിഞ്ഞു പഠിക്കുക. പരീക്ഷയെ അറിഞ്ഞു പഠിക്കുക. നമ്മൾ അതിലേക്കാണ്, ആ പരീക്ഷ എങ്ങനെയായിരുന്നു, 2024 പരീക്ഷ എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ ഇന്ന് അറിയാനായിട്ട് പോകുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെ എക്കണോമിക്സ് അപ്രോച്ച് ചെയ്യണം എന്നൊരു ധാരണ നമുക്കുണ്ടാവും. മനസ്സിലായോ? അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നത്. മനസ്സിലായോ? എടാ, നല്ലൊരു സിലബസാണ് നമുക്കുണ്ടായിരുന്നത്. 6 മൊഡ്യൂളിൽ നിന്നായിട്ട് 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് എക്കണോമിക്സിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷയെക്കുറിച്ച് മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അഗ്രികൾച്ചറൽ എക്കണോമിക്സിന് ചോദ്യങ്ങളുണ്ട്, ദെൻ എക്കണോമെട്രിക്സിൽ നിന്ന് ചോദ്യങ്ങളുണ്ട്, ദെൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് ചോദ്യങ്ങളുണ്ട്. നോക്കൂ, ഒരു എക്കണോമിക്സ് ആസ്പിരന്റിനെ സംബന്ധിച്ച്, എക്കണോമിക്സ് PG കഴിഞ്ഞ ഒരാളാണെങ്കിൽ, ഞാനിപ്പോൾ എക്കണോമിക്സ് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ എക്കണോമിക്സുകാരെ പ്രൊമോട്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എക്കണോമിക്സ് എത്ര കണ്ട് പ്രാധാന്യത്തോടെ പഠിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു ആവശ്യകത പറയുകയാണെങ്കിൽ, എക്കണോമിക്സിന് 10 മാർക്കുണ്ട്, അഗ്രികൾച്ചറൽ എക്കണോമിക്സിനുണ്ട് 10 മാർക്ക്, എക്കണോമെട്രിക്സിനുണ്ട് 10 മാർക്ക്, ദെൻ സ്റ്റാറ്റിസ്റ്റിക്സിനുണ്ട് 15-20 മാർക്കുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഏറെക്കുറെ 50% മാർക്ക് അവിടെ നിന്ന് തന്നെ ആയി. ഇത് ഇത്രയും PG നിലവാരത്തിൽ എക്കണോമിക്സുകാർ പഠിക്കുന്നവരാണ്. ശരിയല്ലേ? അപ്പോൾ 10 മാർക്ക് മാത്രമേ എക്കണോമിക്സിലുള്ളൂ എങ്കിലും, ഡയറക്റ്റ് എക്കണോമിക്സിലുള്ളൂവെങ്കിലും, നമ്മൾ പഠിക്കുന്ന എക്കണോമിക്സുകാർ പഠിക്കുന്ന പേപ്പറിൽ നിന്ന് പകുതിയിലധികം നമുക്ക് ഉറപ്പായിട്ടും നമുക്കറിയാവുന്ന മേഖലയാണ് സിലബസിലുള്ളത്. അപ്പോൾ എക്കണോമിക്സുകാർക്ക് അത് ഭയങ്കര പോസിറ്റീവാണ്. ക്ലിയർ? ഇനി എക്കണോമെട്രിക്സ് പഠിക്കുന്നവരായിക്കോട്ടെ, സ്റ്റാറ്റ് പഠിക്കുന്നവരായിക്കോട്ടെ, അവർക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് അറിയാം, എക്കണോമെട്രിക്സ് അറിയാം. ക്ലിയർ ആണല്ലോ? അഗ്രികൾച്ചറൽ എക്കണോമിക്സിലേക്ക് അവർക്ക് വരാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാര്യം ആ സിലബസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എക്കണോമിക്സിൻ്റെ 10 മാർക്കിൽ 5 മാർക്ക് നമുക്ക് എടുക്കാം. ക്ലിയർ ആണോ? അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സുകാർക്കും ഈസിയാണ്. എക്കണോമെട്രിക്സ് പഠിക്കുന്നവരെ സംബന്ധിച്ച് അവർ സ്റ്റാറ്റിസ്റ്റിക്സും പഠിക്കുന്നുണ്ടാവും, അഗ്രികൾച്ചറൽ എക്കണോമിക്സ് പഠിക്കുന്നുണ്ടാവും. ഞാൻ ഈ പറഞ്ഞ രീതിക്ക് എക്കണോമിക്സ് അവർക്ക് കുറച്ച് ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെയോ മാത്തമെറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സുകാർക്ക് എക്കണോമെട്രിക്സുകാർക്കൊക്കെ മാത്തമെറ്റിക്സ് എളുപ്പമായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ അവർക്കും അവിടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഹൈക്ക് ഉണ്ടെന്നാണ്. മനസ്സിലായി? ഇനി മാത്തമെറ്റിക്സുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാം, മാത്സ് അവർക്ക് അറിയാമായിരിക്കും, സ്റ്റാറ്റ് അറിയാമായിരിക്കും, എക്കണോമെട്രിക്സ് അറിയാമായിരിക്കും. പിന്നെ അഗ്രികൾച്ചറൽ എക്കണോമിക്സും കൂടെ നിങ്ങൾ ഹാർഡ് വർക്ക് ഇട്ടാൽ മതി. ഇനി കോമേഴ്സുകാരെ സംബന്ധിച്ചിടത്തോളം കൊമേഴ്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, എക്കണോമിക്സ് നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആയിരിക്കും. ക്ലിയർ ആണോ? അഗ്രികൾച്ചർ എക്കണോമിക്സ് ഈസി ആയിരിക്കും. മനസ്സിലായി? ഇനി മറ്റൊരു കാര്യം പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടെ ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് ഒക്കെ മേടിച്ച ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നത് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണ്. അപ്പോൾ അവർക്കും പറ്റുമില്ലേ? അവർക്കും പറ്റും.
ക്ലിയർ? അപ്പോൾ എല്ലാ പേർക്കും വളരെ പോസിറ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്ന, അങ്ങനെ വെയിറ്റേജ് നൽകുന്ന ഒരു പരീക്ഷയാണ് റിസർച്ച് അസിസ്റ്റന്റ്. മനസ്സിലായല്ലോ? സംശയമുണ്ടോ? കഴിഞ്ഞ പരീക്ഷയ്ക്ക് 2 മാസം മുമ്പ് മാത്രമാണ് വലിയൊരു സിലബസ് അവർ പബ്ലിഷ് ചെയ്തത്. ക്ലിയർ ആണല്ലോ? എന്നാൽ ഇക്കുറി നമുക്ക് 1 വർഷത്തിന് മുന്നേ, നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ പഠിക്കാൻ നമ്മുടെ കയ്യിൽ സിലബസ് ഉണ്ട്. ഈ സിലബസ് മാറില്ല. കാരണം അത് ഉറപ്പായിട്ട് മാറില്ല. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃത്യം നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കാറ്റഗറികളിൽ പി ജി നിലവാരത്തിലുള്ള എല്ലാ സ്ട്രീമിൽ നിന്നും, എല്ലാ സബ്ജക്റ്റിൽ നിന്നും സിലബസിൽ ടോപ്പിക്കുകളുണ്ട്. അതിൽ നിന്നാണ് ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക. മനസ്സിലായോ? ക്ലിയർ ആണോ? സംശയമില്ലല്ലോ? അതുകൊണ്ട് ഒട്ടും കൊണ്ട് പേടിക്കേണ്ട, സിലബസ് മാറില്ല. ഈ സിലബസ് എത്ര കണ്ട് നീതിയോടെ നമുക്ക് പഠിക്കാൻ പറ്റുന്നു, അതാണ് നമ്മുടെ വിജയം. നമ്മുടെ വിജയത്തിലേക്കുള്ള വഴി അതാണ്. മനസ്സിലായി? നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ലോങ് ടേം ബാച്ചിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? മെമ്പർഷിപ്പ് എടുക്കണം. മനസ്സിലായോ? നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ കോഴ്സ് മേടിക്കണം, നിങ്ങൾ പഠിക്കണം, തികച്ചും നീതിയായിട്ട് നിങ്ങൾ പഠിക്കണം. മനസ്സിലായോ? ഉറപ്പായിട്ടും മാസ്റ്റർ കീ നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ സിലബസ് അനാലിസിസും ഈ പറഞ്ഞ എക്കണോമിക്സിൽ നിന്ന് 10 ചോദ്യങ്ങളാണ് നമുക്ക് 2024 സിലബസിൽ ചോദിച്ചത്, 2024 പരീക്ഷയിൽ ചോദിച്ചത്. അതിൽ 2 ചോദ്യം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. തുടർന്ന് 8 മാർക്കിനാണ് എക്കണോമിക്സിന് വാല്യൂഷൻ നടന്നത്. മനസ്സിലായോ? ആ ചോദ്യങ്ങളെ കുറിച്ചും സിലബസിനെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാനായിട്ടും മനസ്സിലാക്കാനായിട്ടും പോവുക. മനസ്സിലായോ? അത് നമ്മൾ ചെയ്യുന്നത് ആദ്യം പരീക്ഷയെ അറിയുക. മനസ്സിലായോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നേരെ പോയാലോ? നമുക്ക് സിലബസിലേക്ക് ഒന്ന് നോക്കിയാലോ? നോക്കാം. സിലബസിലേക്ക് നമുക്ക് നോക്കാം. നോക്കൂ, ഞാൻ പറഞ്ഞു 2023 നോട്ടിഫിക്കേഷൻ. 241/2023 നോട്ടിഫിക്കേഷൻ, കാറ്റഗറി നമ്പർ. ദെൻ എക്കണോമിക്സിൽ നിന്ന് 10 മാർക്കായിരുന്നു. നോക്കൂ, ആദ്യ മൊഡ്യൂൾ നാഷണൽ ഇൻകം ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. 2 മാർക്കിനാണ് ചോദ്യകർത്താവ് ഈ നാഷണൽ ഇൻകത്തിൽ നിന്നും ബാലൻസ് ഓഫ് പേയ്മെന്റിൽ നിന്നും 2 ചോദ്യം ഇട്ടു. ക്ലിയർ ആണോ? നാഷണൽ ഇൻകത്തിൽ നിന്ന് ഇട്ടു, ബാലൻസ് ഓഫ് പേയ്മെന്റിൽ നിന്ന് ഇട്ടു. ആ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. നാഷണൽ ഇൻകത്തിൽ നിന്ന് ഇട്ട ഒരു ചോദ്യം 1954 ഇന്ത്യയുടെ GDP നിലവാരം അനുസരിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. അപ്പൊ എന്തുകൊണ്ട് 1954 കണക്കിട്ടു? 2025 24 23 ഈ 26 പോലും GDP കോൺട്രിബ്യൂഷൻ അഗ്രികൾച്ചർ സെക്ടറിൽ, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ, സർവീസ് സെക്ടറിൽ എങ്ങനെയെന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ ഗ്രോസ് വാല്യൂ ആഡഡിന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നമുക്കറിയില്ല. ചോദ്യകർത്താവ് ഇവിടെ ഇട്ടത് നാഷണൽ ഇൻകം. പക്ഷേ ആ നാഷണൽ ഇൻകം നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട 3 മേഖലയാണ് അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടർ ആണല്ലോ. അപ്പോൾ നാഷണൽ ഇൻകം കാൽക്കുലേഷനൊക്കെ നല്ല ഭംഗിയായിട്ട് പഠിച്ച് ദെൻ അതിൻ്റെ ഫോർമുലകളൊക്കെ പഠിച്ചിട്ട് പോയ ഉദ്യോഗാർത്ഥികളുടെ മുന്നിലേക്ക് ചോദ്യകർത്താവ് ഇട്ടു നിന്ന ചോദ്യം ഇതാണ്: 1954 നാഷണൽ ഇൻകം റിപ്പോർട്ട് അനുസരിച്ച് കുറച്ചധികം സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റുകളിൽ ശരിയോ തെറ്റോ അത് നമ്മൾ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും. ആ ഒരു ചോദ്യമാണ് തന്നത്. മനസ്സിലായോ? ഞാൻ പറയാൻ ശ്രമിച്ചത്. അപ്പോൾ ആ ചോദ്യത്തിലേക്ക് നമുക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറയാൻ ശ്രമിച്ചത്, നോക്കൂ, ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എങ്കിലും, നോക്കൂ, ചേഞ്ചിങ് കോൺട്രിബ്യൂഷൻ ഓഫ് വേരിയസ് സെക്ടേഴ്സ് ഇൻ നാഷണൽ ഇൻകം, ഇതൊക്കെ പഠിക്കാനുണ്ടെങ്കിലും ചോദ്യകർത്താവ് 1954 ചോദ്യമാണ് ഇട്ടത്. ദെൻ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ നിന്ന് ഈ പറഞ്ഞ എക്സ്ചേഞ്ച് ഡിറ്റർമിനേഷൻ ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും ചോദ്യകർത്താവ് അതിൽ നിന്നൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ആൾക്കാർക്ക് ഇടാൻ പറ്റുന്ന ഒരു ചോദ്യം, ആ ബാലൻസ് ഓഫ് പേയ്മെന്റ് കൃത്യമായി മനസ്സിലാക്കിയവർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ആ 2 മാർക്കിൽ ഇട്ടത്. മനസ്സിലായോ? ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് 2 മാർക്ക് ചോദിക്കാമെങ്കിൽ ഈ 2 ചോദ്യവും ആ മൊഡ്യൂൾ നല്ല ഭംഗിയായിട്ട് പഠിച്ചവർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന 2 ചോദ്യങ്ങളായിരുന്നു. അതിൽ തന്നെ ഒരു ചോദ്യം ഡിലീറ്റ് ആവുകയും ചെയ്യും. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? സംശയമില്ല. ഇനി രണ്ടാമത്തെ മൊഡ്യൂളിൽ 2 മാർക്ക് ഉണ്ടായിരുന്നു. താരതമ്യേന വലിയ പ്രശ്നമില്ലാത്ത, അതായത് പ്രത്യേകിച്ചും ചോദ്യങ്ങൾ വന്നത് ഇതിൽ നിന്നാണ്. ഒന്ന്, 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്നൊരു ചോദ്യം വന്നു. മനസ്സിലായോ? ഏറ്റവും താഴെ കിടക്കുന്ന ഒരു മേഖലയിൽ നിന്നാണ് ചോദ്യം. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നിട്ട് ഏറ്റവും
ഒരു പാർട്ട് ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, അതിൽ നിന്നൊരു ഡയറക്റ്റ് ആയിട്ടൊരു ചോദ്യം തന്നെ ചോദ്യകർത്താവ് ചോദിച്ചു എന്നുള്ളതാണ്. മനസ്സിലായി? ഇനി ഇതിൽ നിന്ന് റിസോഴ്സ് അലോക്കേഷൻ ആൻഡ് ഗെയിം തിയറി, അതിലും ഏറ്റവും ഈ ഡിസിഷൻ മേക്കിംഗ് ലാഗ് അല്ലെങ്കിൽ ഡിസിഷൻ ലാഗിൽ നിന്നും, പിന്നെ അതേപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിൽ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ ഇട്ടത്. മനസ്സിലായോ? പിന്നെ ഗവൺമെന്റ് ആൻഡ് ഫോംസ് ഓഫ് ഇന്റർവെൻഷൻ 2 മാർക്സ് ആണ്. അവിടെ ഈ പറഞ്ഞ ഏതിൽ നിന്നാണ് ചോദ്യം വന്നതെന്നറിയോ? മാർക്കറ്റ് ഫെയിലുവറിൽ നിന്ന്. ഒരു ചോദ്യം മാർക്കറ്റ് ഫെയിലുവറിൽ നിന്നായിരുന്നു. പിന്നെ ഒരു ചോദ്യം ചോദിച്ചത് നമുക്ക് ചോദ്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം. മനസ്സിലായി? ഒരു ചോദ്യം മാർക്കറ്റ് ഫെയിലുവർ ആയിരുന്നു. അതിന് 2 ചോദ്യം ഉണ്ടായിരുന്നു. ഇനി ഫിസ്ക്കൽ ഫെഡറേഷൻ ആൻഡ് ബഡ്ജറ്റ്, ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഒത്തിരി പഠിക്കാനുണ്ടായിരുന്നു. ചോദ്യം വന്നതും അവിടെയും ഏറ്റവും ലാസ്റ്റ് പാർട്ടിൽ നിന്നാണ്, FRBM നിന്നാണ് ചോദ്യം വന്നത്. ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ നിന്ന് 2 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിൽ ഒരു ചോദ്യം ഭയങ്കര ഡീപ്പായിട്ട് സിലബസിൽ നിന്നും ഭയങ്കര ഡീപ്പായിട്ട് പോയിട്ട് ഒരു 2005 ഒരു റിപ്പോർട്ട് പ്രകാരമുള്ള ഒരു ചോദ്യവും ദെൻ ഗ്രീൻ GDP നിന്ന് ഒരു ചോദ്യവും. മനസ്സിലായോ? ഇങ്ങനെ 2 ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നോക്കൂ, ആ ചോദ്യകർത്താവിൻ്റെ നമ്മൾ ആ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ നമുക്ക് ഈ സിലബസിലേക്ക് വരാം. ആ ചോദ്യകർത്താവ് നോക്കൂ, എല്ലാ ടോപ്പിക്കിൽ നിന്നും എന്താ ഈ പറഞ്ഞ ഏറ്റവും ലാസ്റ്റ് പാർട്ടിൽ കിടന്ന ഭാഗങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു? ചോദ്യങ്ങൾ ഇട്ടു. അപ്പോൾ അതിനർത്ഥം ഞാൻ പറയാൻ ശ്രമിച്ചത്, ആ ചോദ്യകർത്താവ് പരമാവധി ആ ചോദ്യത്തെ കട്ടിയാക്കാനാണ് ശ്രമിച്ചത്. മനസ്സിലായല്ലേ? കാരണം ഏറ്റവും തുടക്കമുള്ളത് നമ്മൾ പഠിച്ച് പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ തുടക്കം സിലബസിൽ പറയുന്നുണ്ട്, ഓരോ മൊഡ്യൂളിൻ്റെയും തുടക്ക ഭാഗത്ത് പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം വിട്ട് ഏറ്റവും ലാസ്റ്റ് പാർട്ടിൽ നിന്നും, എന്നാൽ ഒരു മൊഡ്യൂളിനെ മുഴുവനായിട്ട് പരിഗണിച്ചുകൊണ്ട് വളരെ ഡീപ്പായിട്ട് പഠിച്ച ഒരു ഉദ്യോഗാർത്ഥികൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എന്ത് ചെയ്തു? ചോദ്യങ്ങൾ സെറ്റ് ചെയ്തു. മനസ്സിലായോ? ഒരു PG നിലവാരത്തിലെ പരീക്ഷ തന്നെയാണ്. നമ്മൾ ഇതൊക്കെ സാധാരണ കാണാറുള്ളത് സാധാരണ നെറ്റ് എക്സാംസിനൊക്കെയാണ് കാണാറുള്ളത്, അല്ലേ? അപ്പോൾ തീർത്തും സിലബസിനെ, ഞാൻ അതാ ആദ്യം ഉപയോഗിച്ച വാക്ക്, സിലബസ് നീതിയോടെ പഠിച്ച ആൾക്കാർക്ക്, ഞാൻ പറഞ്ഞു 10 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, 2 ചോദ്യം ഡിലീറ്റ് ചെയ്തു, 8 ചോദ്യം. 8 ചോദ്യങ്ങളിൽ ഉറപ്പായിട്ടും 6 ചോദ്യങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ എഴുതാൻ പറ്റും. മനസ്സിലായോ? അത് നീതിയോടെ പഠിച്ചവർക്ക്, സിലബസിനെ നീതിയോടെ പഠിച്ചവർക്ക് 6 ചോദ്യത്തിനും ആൻസർ എഴുതാൻ പറ്റുമായിരുന്നു. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പോൾ കട്ട് ഓഫ് വരുന്നത് വെറും 34 ആണ്. അപ്പോൾ 3-1 മാത്രമേ കട്ട് ഓഫ് വന്നുള്ളൂ. മനസ്സിലായോ? ഇവിടെ എക്കണോമിക്സിൽ 8-ൽ 6 നീതിയോടെ പഠിച്ചവർക്ക് ഇത്രയും ഹാർഡായിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ നീതിയോടെ തീർത്തും ജസ്റ്റിസ്ഫുള്ളായി നിങ്ങൾ ഇത് സിലബസിനെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് 6 മാർക്ക് വരെ, ഏറെക്കുറെ 70% വരെ മാർക്ക് കിട്ടാൻ സാധ്യതയുള്ളതാണ്. മനസ്സിലായല്ലോ? സംശയം എങ്കിലും പരീക്ഷാ ഹാളിൽ നമുക്കറിയാം ഒത്തിരി പ്രശ്നങ്ങൾ, നമ്മൾ ഈ പുറത്തു നിന്ന് ക്വസ്റ്റ്യൻ നോക്കുന്നത് പോലെയല്ല, ഒത്തിരി പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ പരീക്ഷാ ഹാൾ കടന്നു പോവുക. അറിയാവുന്നത് പോലും തെറ്റുന്ന സാഹചര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ 8-ൽ നമുക്കൊരു 5 ശരിയാക്കി കൂടിയായിരുന്നോ? ഉറപ്പായിട്ടും ശരിയാക്കാൻ പറ്റുന്ന രീതിയാണ്. നമ്മളത് ചോദ്യങ്ങൾ പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ക്ലിയർ? ഫസ്റ്റ് ചോദ്യം നോക്കൂ, ദ പ്രിൻസിപ്പൽ ഫീച്ചേഴ്സ് ഓഫ് ദി നാഷണൽ ഇൻകം കമ്മിറ്റി റിപ്പോർട്ട് ഇൻ 1954. ഞാൻ പറഞ്ഞു സിലബസിലെ നമ്മുടെ ആദ്യത്തെ മൊഡ്യൂൾ നാഷണൽ ഇൻകമാണ്. നാഷണൽ ഇൻകത്തിൽ ഒരുപാട് ഭാഗങ്ങൾ പഠിക്കാനുണ്ട്. കോൺസെപ്റ്റ് പഠിക്കാനുണ്ട്, മെഷർമെൻറ്റ് പഠിക്കാനുണ്ട്. കോൺസെപ്റ്റ്, മെഷർമെൻറ്റ് നിങ്ങൾക്കറിയാം. കാര്യം ഇപ്പോൾ റിസർച്ച് ഓഫീസർ പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുത്തവർക്കാണെങ്കിൽ അറിയാം എന്താണ് നാഷണൽ ഇൻകം എന്ന്, കോൺസെപ്റ്റ് എന്താണ്, അത് മെഷർ ചെയ്യേണ്ട പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി ഫോർമുലകളൊക്കെ ഉപയോഗിച്ച് പഠിക്കുന്നതാണ്. അതെല്ലാം പഠിച്ച് പിന്നെ ചേഞ്ചിങ് കോൺട്രിബ്യൂഷൻ ഓഫ് വേരിയസ് സെക്ടേഴ്സ് ഇൻ നാഷണൽ ഇൻകം, ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ. അപ്പോൾ ആ ഒരു ടോപ്പിക്ക്, ചേഞ്ചിങ് കോൺട്രിബ്യൂഷൻ, ആ ഒരു ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യകർത്താവ് ചോദ്യം ഇട്ടിരിക്കുന്നത്. മനസ്സിലായാലോ? അപ്പോൾ അതും നമ്മൾ പഠിച്ചു. പിന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റ് സ്ട്രക്ചർ പഠിച്ചു, അതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻ പഠിച്ചു, ഫോറിൻ പെർഫോമൻസ് ട്രേഡൊക്കെ നമ്മളത് എന്ത് ചെയ്തു, നമ്മൾ ഓരോ കറൻറ്റ് ഡേറ്റ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ചോദ്യകർത്താവ്
കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് സിലബസ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചവർക്ക് വേണ്ടി എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്നുള്ള ചോദ്യവും മാറ്റി. അപ്പോൾ നാഷണൽ ഇൻകത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ, കോൺസെപ്റ്റ്, മെഷർമെന്റ് ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു എങ്കിലും ചോദ്യകർത്താവ് എന്ത് ചെയ്തു, നാഷണൽ ഇൻകത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ് ചോദിക്കാൻ ശ്രമിച്ചത്. മനസ്സിലായി? അതും ചോദിച്ചത് എവിടെന്നാ? 1954 റിപ്പോർട്ട് പ്രകാരം. 2024 പരീക്ഷ. ചോദ്യമിട്ട സാറിന് 2023 ചോദിക്കാമായിരുന്നു. ഇനി 2024 ജൂലൈയിലാണ്. നമുക്കറിയാം സാധാരണ റിപ്പോർട്ടൊക്കെ ഏപ്രിൽ 1 കൂടിയൊക്കെ പബ്ലിഷ് ചെയ്യുന്നതാണ് അല്ലേ. മാർച്ച് 31 കഴിഞ്ഞ് ഏപ്രിൽ 1 വീക്കിലൊക്കെ വരുന്നതാണ്. അപ്പോൾ ചോദ്യം വേണമെങ്കിൽ ചോദ്യകർത്താവിന് ജൂലൈയിലാണ് പരീക്ഷ, വേണമെങ്കിൽ 2024 ഡേറ്റ് തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ 2023 ചോദിച്ചോട്ടെ. ചോദ്യകർത്താവ് നേരെ എങ്ങോട്ട് ഓടി? 1954 ഓടി. അപ്പം നിങ്ങൾ ചിന്തിക്കും, സാറേ എന്തിനാ ഈ ചോദ്യകർത്താവ് 1954 പോയത്? ഒന്നുകിൽ 1947 ഇന്ത്യക്ക് ഇൻഡിപെൻഡന്റ് ആയ സമയത്ത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് റിപ്പബ്ലിക് ആയ 1950, ഇതൊക്കെ അല്ലേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. ഇവിടെ 1954 അല്ലെങ്കിൽ 1991 ന്യൂ എക്കണോമിക് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഇതൊക്കെ അല്ലേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. എന്തുകൊണ്ട് ചോദ്യകർത്താവ് 1954 പോയി? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാവോ? എക്കണോമിക്സ് പഠിച്ചവരൊക്കെ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ചോദ്യകർത്താവ് 1954 പോയി? ഒന്ന് പറയാമോ? 1954 എന്തുകൊണ്ട് പോയി? എടാ ഒന്നുമില്ല. നമുക്കറിയാം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ആഫ്റ്റർ ദി റിപ്പബ്ലിക്, നമുക്കറിയാം നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് നിയോഗിച്ച കമ്മിറ്റിയാണ് PC മഹലനോബിസ് കമ്മിറ്റി. ശരിയല്ലേ? PC മഹലനോബിസ് കമ്മിറ്റി 1951 മുതൽ അവരുടെ വർക്ക് തുടങ്ങി. അവർ അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് ആദ്യത്തെ നാഷണൽ ഇൻകം കമ്മിറ്റിയുടെ ചെയർമാനായ PC മഹലനോബിസ് ഉൾപ്പെട്ട ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1954 നാഷണൽ ഇൻകത്തിൽ നിന്ന് ചോദ്യം ഇട്ടപ്പോൾ ആ ചോദ്യകർത്താവിൻ്റെ നല്ല ധാരണയുള്ള ഒരു ചോദ്യകർത്താവാണ് ചോദ്യം ഇട്ടത്. നോക്കൂ, 1954 ഫസ്റ്റ് നാഷണൽ ഇൻകം കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം. മനസ്സിലായോ? പക്ഷേ ഈ ചോദ്യം ഡിലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. ചോദ്യം ഡിലീറ്റ് ചെയ്തു. ഫൈനൽ കീ വന്നപ്പോൾ ചോദ്യം ഡിലീറ്റ് ചെയ്തു. നോക്കൂ, ആ ചോദ്യകർത്താവിൻ്റെ ആ ഒരു വൈദഗ്ധ്യം. നാഷണൽ ഇൻകത്തിൽ നിന്ന് ചോദ്യം ഇട്ടോ? ചോദ്യം ഇട്ടു. ക്ലിയർ? നാഷണൽ ഇൻകത്തിൽ നിന്ന് ചോദ്യം ഇട്ടോ എന്ന് ചോദിച്ചാൽ ചോദ്യം ഇട്ടു. എളുപ്പമുള്ള ചോദ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമുള്ളതാണ്. ഏത് ചോദ്യം ഇട്ടെ? ആദ്യത്തെ നാഷണൽ ഇൻകം കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത ആ റിപ്പോർട്ടിന്റെ ബേസിലുള്ള സ്റ്റേറ്റ്മെന്റ്സ്. 1954 ആ റിപ്പോർട്ട്, ചെയർഡ് ബൈ PC മഹലനോബിസ് ആണ്. നമുക്കറിയാം ഇന്ത്യയുടെ ആദ്യമായി നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്തത് ദാദാഭായ് നവറോജിയാണ് അല്ലേ. ദാദാഭായ് നവറോജിയാണ്. ശരിയല്ലേ? ഇന്ത്യയുടെ നാഷണൽ ഇൻകം ആദ്യമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്ത ആരാടാ? ദാദാഭായ് നവറോജിയാണ്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ദാദാഭായ് നവറോജിയെ കുറിച്ച് അറിയാം. ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ്. ദെൻ ഈ പറഞ്ഞ നാഷണൽ ഇൻകം ഇന്ത്യയുടെ നാഷണൽ ഇൻകം ആദ്യമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്ത ആളാണ്. പെർ ക്യാപിറ്റ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്ത ആളാണ്. ദെൻ ഡ്രെയിൻ തിയറി ഓഫ് വെൽത്ത് പറഞ്ഞ ആളാണ്. ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് ആദ്യമായിട്ട് പറഞ്ഞ ആള് ദാദാഭായ് നവറോജിയാണ്. ഒത്തിരി വിശേഷണങ്ങൾ ദാദാഭായ് നവറോജിയെ കുറിച്ച് നമുക്ക് എക്കണോമിക്സ് പരമായിട്ട് ചിന്തിക്കാനുണ്ട് ആണല്ലേ. അപ്പോൾ ശേഷം ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയി. ഇന്ത്യയുടെ നാഷണൽ ഇൻകം ആദ്യമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യയുടെ നാഷണൽ ഇൻകം ഒഫീഷ്യലി എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ നാഷണൽ ഇൻകം കമ്മിറ്റി ഫോം ചെയ്തു. ആ കമ്മിറ്റിയെ ചെയർ ചെയ്തത് PC മഹലനോബിസ് ആണ്. അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1954 ആ റിപ്പോർട്ട് പ്രകാരമുള്ള ഒരു ചോദ്യം. നോക്കൂ, ചോദ്യം ഒന്നാമത്തെ സ്റ്റെപ്പ്. ചോദ്യം ഡിലീറ്റഡ് ആണ് എങ്കിൽ ആ ചോദ്യത്തിന്റെ കാഠിന്യം നോക്കൂ. ഡ്യൂറിംഗ് 1950-51 അഗ്രികൾച്ചർ കോൺട്രിബ്യൂട്ടഡ് നിയർലി ഹാഫ് ഓഫ് ദി നാഷണൽ ഇൻകം. ഒന്ന് ചിന്തിച്ചാൽ തന്നെ ആ സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണെന്ന് മനസ്സിലാക്കും. നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തൊക്കെ അഗ്രികൾച്ചർ ആണ് ഡോമിനന്റ്. പക്ഷെ ഇപ്പോൾ അഗ്രികൾച്ചറിന്റെ കോൺട്രിബ്യൂഷനാണ് ഏറ്റവും ലീസ്റ്റ് ഇപ്പോൾ. പക്ഷെ അന്ന് ഒരു അഗ്രേറിയൻ എക്കോണമിയാണ്, അഗ്രികൾച്ചറിനാണ് കൂടുതൽ പ്രാധാന്യം. അപ്പോൾ 50% മേലെ അഗ്രികൾച്ചർ തന്നെയാണ്, അഗ്രികൾച്ചറിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ തന്നെയാണ്. സാധാരണ ഒരാൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. 2, ഇൻഡസ്ട്രിയിൽ നിന്നാണ്. അതിൽ നിന്ന് വീണ്ടും പുള്ളിക്കാരൻ മൈനിങ്, മാനുഫാക്ചറിങ്, ഹാൻഡിക്രാഫ്റ്റ് കോൺട്രിബ്യൂട്ടഡ് അബൌട്ട് 1/4 ഓഫ് ദി നാഷണൽ ഇൻകം. 1/4 ഓഫ് ദി നാഷണൽ ഇൻകം. അതായത് ഇൻഡസ്ട്രി വീണ്ടും ക്ലാസിഫൈ ചെയ്തു പുള്ളിക്കാരൻ. മൈനിങ്, മാനുഫാക്ചറിങ്, ഹാൻഡിക്രാഫ്റ്റ്. മനസ്സിലായോ? 1/4 ഓഫ് ദി നാഷണൽ ഇൻകം. ക്ലിയർ? അതും ഏറെക്കുറെ ശരിയാണ്. മനസ്സിലായോ? ദെൻ 3, കോമേഴ്സ്, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ.
ക്ലിയർ. സർവീസ് സെക്ടറിൽ നിന്നാണ് വീണ്ടും പറയുന്നത്. അക്കൗണ്ടഡ് ഫോർ എ ലിറ്റിൽ മോർ ദാൻ 1/6. ക്ലിയർ, ലിറ്റിൽ മോർ ദാൻ 1/6. അവിടെ ഒരു കുറച്ചൊരു കറക്ഷൻ ഉണ്ട് ഒറിജിനൽ റിപ്പോർട്ടുമായിട്ട് നോക്കുമ്പോൾ. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തത്. മനസ്സിലായോ? പക്ഷേ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ 4 അതർ സർവീസ് സച്ചസ് പ്രൊഫഷൻസ് ആൻഡ് ലിബറൽ ആർട്സ്, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ്, ഡൊമസ്റ്റിക് സർവീസസ്, ഹൗസ് പ്രോപ്പർട്ടി അക്കൗണ്ടഡ് ഫോർ അബൌട്ട് 15% ഓഫ് നാഷണൽ ഇൻകം. അവിടെയും ആ റിപ്പോർട്ട് പ്രകാരം ചെറിയ ഒരു മിസ്റ്റേക്കുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസ് ചെയ്ത് എന്ത് ചെയ്തു, ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇനി അത് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് 1954 നാഷണൽ ഇൻകം കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ പഠിക്കും. ക്ലിയർ ആണോ? നമ്മൾ എന്ത് ചെയ്യും, നല്ല ഭംഗിയായിട്ട് നമ്മൾ ആ ടോപ്പിക്ക്, അതായത് നാഷണൽ ഇൻകം കോൺസെപ്റ്റ്, മെഷർമെൻറ്റ്, അത് മാത്രമല്ല അതിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ 1954 കമ്മിറ്റി റിപ്പോർട്ട്, അതായത് ഫസ്റ്റ് നാഷണൽ ഇൻകം കമ്മിറ്റി റിപ്പോർട്ടാണ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. 1991 വളരെ ട്രാൻസ്ഫോർമേഷൻ നടന്ന ഒരു പീരീഡാണ് 1991. ന്യൂ എക്കണോമിക് പോളിസി പഠിച്ചവർക്കൊക്കെ അറിയാം. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, വളരെ ഒരു സ്ട്രക്ചറലി ചേഞ്ച് ആകാൻ ശ്രമിച്ച ഒരു പദ്ധതി ആണല്ലോ 19. ആ സമയത്തെ നാഷണൽ ഇൻകം റിപ്പോർട്ട് നമുക്ക് പഠിക്കണം. പിന്നെയോ ശേഷം റീസെൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ടും നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. മനസ്സിലായോ? അപ്പോൾ ആ ഒരു മൊഡ്യൂൾ എങ്ങനെ വരെ ചോദ്യങ്ങൾ വരാം എന്നൊരു ധാരണ നമ്മൾ ഈ ചോദ്യം ഡിസ്കസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ക്ലിയർ ആണേ? സംശയമുണ്ടോ? മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു PC മഹലനോബിസ് സെക്ടർ വൈസ് ആയിട്ട് എന്ത് ചെയ്തു, നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കമ്മിറ്റി. ക്ലിയർ. അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് 1954 സംശയമുണ്ടോ? അപ്പോൾ ആ റിപ്പോർട്ടിൽ നിന്നുള്ള ചോദ്യമാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ചത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സെക്ടർ വൈസ് കോൺട്രിബ്യൂഷൻ ഇപ്പോൾ അറ്റ് പ്രസന്റ് 2026 കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 2026 കണക്കാണ്. 2026 കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, സർവീസ് സെക്ടറാണ് 50% മേലെ. മനസ്സിലായോ? 50% മേലെ ഏതാ? സർവീസ് സെക്ടറാണ്. ദെൻ ഇൻഡസ്ട്രി 27.6 ആണ്. അഗ്രികൾച്ചർ 15.9 ആണ്. മനസ്സിലായോ? അപ്പോൾ നോക്കൂ, നേരത്തെ 50-51 കാലയളവിൽ 50%-ലധികം കോൺട്രിബ്യൂട്ട് ചെയ്തത് അഗ്രികൾച്ചർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഏതായി മാറി? സർവീസ് സെക്ടർ ആയിട്ട് മാറി. ഇൻഡസ്ട്രി 27 ആയിട്ട് മാറി. അഗ്രികൾച്ചർ 15.9 ആയിട്ട് മാറി. മനസ്സിലായോ? സംശയമുണ്ടോ? ക്ലിയർ ആണോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നോക്കൂ, സബ് സെക്ടേഴ്സിൻ്റെ ഒക്കെ കോൺട്രിബ്യൂഷൻ, ട്രേഡ്, ഹോട്ടൽ, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ ഓരോ കോൺട്രിബ്യൂഷൻ. ഇപ്പോൾ മാനുഫാക്ചറിങ് സെക്ടർ 14%, ദെൻ കൺസ്ട്രക്ഷൻ 8%, മൈനിങ്, ഇലക്ട്രിസിറ്റി, ഗ്യാസ്, ഇതൊക്കെ അതിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. മനസ്സിലായോ? ക്ലിയർ. ഞാൻ ഇവിടെ നിങ്ങളുടെ അപ്പോൾ അതൊക്കെ നമുക്ക് ആ രീതിക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഈ നാഷണൽ ഇൻകം എന്ന് പറയുന്ന, ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളിനെ നമ്മൾ എന്ത് ചെയ്യണം, കീറി മുറിച്ച് നമ്മൾ പഠിക്കണം. മനസ്സിലായോ? അപ്പോൾ ആ ചോദ്യം കണ്ടോ, ആ ചോദ്യത്തിൻ്റെ ഡീപ്പ് കണ്ടോ? അപ്പോൾ നമ്മൾ ആ രീതിക്കുള്ള ഒരു പഠനമാണ് നമുക്ക് വേണ്ടത്. മാസ്റ്റർ കീ ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട്, വളരെ ഭംഗിയായിട്ട്, ചോദ്യകർത്താവ് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള നിലവാരത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇറങ്ങിച്ചെന്ന് നമ്മൾ പഠിക്കും. നിങ്ങൾ ഉറപ്പായിട്ട് വിശ്വസിക്കുക, പഠിക്കും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ ഉറപ്പായിട്ടും വരിക. ചോദ്യം ഡിലീറ്റഡ് ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ എന്തൊക്കെ പഠിക്കണം, ഏതുവരെ പഠിക്കണം എന്നൊരു ഡയറക്ഷൻ നമുക്ക് ആ ചോദ്യം തരുന്നുണ്ട്. അപ്പോൾ വെറും സിലബസിൽ മാത്രമല്ല, അതിനേക്കാൾ ഉപരി നമ്മൾ സിലബസിനെ കീറി മുറിച്ച് പഠിക്കണം. അതിനുവേണ്ടി വലിയൊരു സമയം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോഴേ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. മനസ്സിലായോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് 2026 കണക്കാണ്. എന്ത് ചെയ്തു, അഗ്രികൾച്ചർ സെക്ടർ നേരത്തെ 50-51 50% മേലെയാണെങ്കിൽ ഇപ്പോൾ 16% ഉള്ളൂ. സർവീസ് സെക്ടർ എന്ത് ചെയ്തു, ഇപ്പോൾ 50% മേലെ ആരാണ്, സർവീസ് സെക്ടറാണ്. ഇനി സർവീസ് സെക്ടറിലെ ഓരോ സബ് സെക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. മനസ്സിലായി? ഇൻഡസ്ട്രിയുടെ ഓരോ സബ് സെക്ടേഴ്സിനെ കുറിച്ച് പഠിക്കണം. അഗ്രികൾച്ചറിൻ്റെ ഓരോ സബ് സെക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അത് ഇപ്പോഴത്തെ മാത്രമല്ല, ഇനി നിങ്ങളുടെ പരീക്ഷ സംബന്ധിച്ച് 26, 27 പഠിക്കണം. പിന്നെയോ 1954 പഠിക്കണം, 1991 പഠിക്കണം. മനസ്സിലായോ? സംശയമുണ്ടോ? അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പഠനം നമുക്ക് ആവശ്യമാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. രണ്ടാമത്തെ ചോദ്യം ഡിലീറ്റ് ഒന്നും ചെയ്തിട്ടില്ല. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. രണ്ടാമത്തെ ചോദ്യം, given the below two statement, one is labeled as assertion and other as reason. നമുക്കറിയാം assertion reason type question ആണ്.
ഉറപ്പായിട്ടും PG നിലവാരത്തിൽ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ടൈപ്പാണിത്. ഇത് ചോദിച്ചത് ഈ പറഞ്ഞ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്നാണ് ചോദ്യം ഇട്ടത്. നോക്കൂ, ചോദ്യം ഇതാണ്: devaluation is known as expenditure switching measure. Reason: devaluation encourages the switching of expenditure between foreign and domestic goods. നല്ല രണ്ട് സ്റ്റേറ്റ്മെൻ്റാണ്. സിലബസിലേക്ക് വരൂ. സിലബസിൽ നമുക്ക് എവിടെയെങ്കിലും ഈ പറഞ്ഞ ഡീവാലുവേഷനെ കുറിച്ചോ എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസിയെ കുറിച്ചോ വല്ലതും സിലബസിലുണ്ടോ? നോക്കൂ, ഫസ്റ്റ് മൊഡ്യൂൾ വായിച്ചു നോക്കൂ. നാഷണൽ ഇൻകം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, മനസ്സിലായി കഴിഞ്ഞു. ദെൻ ഇവിടെ തൊട്ടാണ് നോക്കാം: സ്ട്രക്ചർ ഓഫ് ദി ബാലൻസ് ഓഫ് പേയ്മെന്റ്, എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻ, പെർഫോമൻസ് ഓഫ് ഫോറിൻ ട്രേഡ് ഓഫ് ഇന്ത്യ. നോക്കൂ, 3 ടോപ്പിക്കേ ഉള്ളൂ. പക്ഷെ ഡയറക്റ്റ്ലി ഏതെങ്കിലും ഭാഗം ഈ ചോദ്യത്തിൽ പറയുന്ന ഏതെങ്കിലും ഭാഗം സിലബസിലുണ്ടോ? ഇല്ല അല്ലെ? ഡയറക്റ്റ് ആയിട്ട് സിലബസിൽ ഒരു ഭാഗം തന്നെ ചോദ്യത്തിലില്ല. ചോദ്യം ഒന്നുകൂടെ വായിക്കാം. അസേർഷൻ റീസൺ ടൈപ്പാണ്. 1 അസേർഷൻ: devaluation is known as expenditure switching measure. Devaluation is known as expenditure switching measure. Reason: devaluation encourages the switching expenditure between foreign and domestic goods. Clear? ഈ 2 സ്റ്റേറ്റ്മെന്റ്, പ്രത്യേകിച്ച് അസേർഷൻ ആൻഡ് റീസൺ, രണ്ടിലെയും ഒരു വേർഡ് പോലും സിലബസുമായിട്ട് മാച്ച് ആയിട്ട് കാണുന്നില്ല. പക്ഷേ സിലബസിനുള്ളിലുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, സിലബസിനെ കീറി മുറിച്ചാണ് ആ ചോദ്യകർത്താവ് പോയിരിക്കുന്നത്. Devaluation is known as expenditure switching measure. Devaluation encourages the switching of expenditure between foreign and domestic goods. ഈ 2 സ്റ്റേറ്റ്മെന്റുകൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്നുള്ള ചോദ്യമാണ്, കീറി മുറിച്ചുള്ള ഒരു ചോദ്യമാണ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പോർട്ടിന് വേണ്ടി എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന റവന്യൂ, ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പോകുന്ന എക്സ്പെൻഡിച്ചർ, ഇത് തമ്മിലൊരു ഡിഫറൻസ് ആണ് നമ്മൾ എന്ത് പറയുക? BOP, ബാലൻസ് ഓഫ് പേയ്മെന്റ്. മനസ്സിലായോ? അപ്പോൾ അതിന്റെ സ്ട്രക്ചർ, ദെൻ അതിനെ കുറച്ച് ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് മെഷർ. എന്താണ് എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് മെഷർ? മനസ്സിലായി? എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് മെഷർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൻ എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസി ഈസ് എ ഗവൺമെന്റ് പോളിസി ദാറ്റ് എൻകറേജ് പീപ്പിൾ ടു സ്പെൻഡ് more on domestic, that means Indian goods instead of foreign imported goods. ഈ നമുക്ക് ബാലൻസ് ഓഫ് പേയ്മെന്റ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് നടത്തിയാൽ ബാലൻസ് ഉള്ളത്. പേയ്മെന്റ് നടത്തുന്നത് ഏതിനാണ്? ഇമ്പോർട്ടിനാണ്. എക്സ്പോർട്ടിൽ നിന്ന് നമുക്ക് റവന്യൂ കിട്ടും. എക്സ്പോർട്ടിൽ നിന്നുള്ള റവന്യൂ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇല്ലാത്ത സാധനം ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന് പേയ്മെന്റ് കൊടുക്കും. അതിന്റെ ബാലൻസ് ആണ് BOP, ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയാം. BOP, ബാലൻസ് ഓഫ് പേയ്മെന്റ്. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും മനസ്സിലാക്കേണ്ടത്, ഇമ്പോർട്ടിനേക്കാളും ഒരു രാജ്യം ഡിപ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക എക്സ്പോർട്ടിനെയാണ്. കാരണം എക്സ്പോർട്ട് കൂടിയാലേ BOP എന്ത് ചെയ്യുള്ളൂ നമുക്ക് ഫേവറായിട്ട് നിൽക്കുകയുള്ളൂ. ബാലൻസ് ഓഫ് പേയ്മെന്റ് ഫേവറായിട്ട് നിൽക്കുകയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ എക്സ്പോർട്ട് നന്നായിട്ട് നടക്കണം. ആരെക്കാളും? ഇമ്പോർട്ടിനെക്കാളും. അപ്പോൾ എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യണം. എന്തിനെ പ്രൊമോട്ട് ചെയ്യണം? എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യണം. ദാറ്റ് മീൻസ് അതിനർത്ഥം എന്താ? ഗവൺമെന്റ് എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുന്ന പോളിസികൾ ഇംപ്ലിമെന്റ് ചെയ്യണം. അല്ലേടാ? ഗവൺമെന്റ് എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുന്ന പോളിസികൾ ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോളിസിയാണ് എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസി. ഏതാണ് എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസി? എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ പോളിസി ഓഫ് ഗവൺമെന്റ് ദാറ്റ് എൻകറേജ് പീപ്പിൾ സ്പെൻഡ് മോർ ഓൺ ഇന്ത്യൻ ഗുഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഫോറിൻ ഇമ്പോർട്ടഡ് ഗുഡ്സ്. അപ്പൊ ഇന്ത്യൻ ഗുഡ്സുകളിൽ അവർക്ക് ഫേവർ ഉണ്ടാവണം. ഇമ്പോർട്ടഡ് ഗുഡ്സിനെക്കാളും ഇന്ത്യൻ ഗുഡ്സുകളിൽ ഫേവർ ഉണ്ടാവണം. നമ്മളൊരു മനുഷ്യനാണ്, നമുക്ക് ഫോറിൻ ഗുഡ്സിനോട് ഭയങ്കര താല്പര്യം ഉണ്ടാവും.
പക്ഷേ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് എന്താ? ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് എന്താണ്? ഇന്ത്യൻ ഗുഡ്സ്, ഡൊമസ്റ്റിക് ഗുഡ്സിനോട് ആർക്ക് ഇഷ്ടം ഉണ്ടാകണം? നമുക്കിഷ്ടം ഉണ്ടാകണം. എക്സ്പോർട്ട് നമ്മുടെ ഗുഡ്സ്, ഡൊമസ്റ്റിക് ഗുഡ്സിലേ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഫോറിനേഴ്സിന് നമ്മളെ ഗുഡ്സിനോട് ഇഷ്ടം ഉണ്ടാകണം. മനസ്സിലായോ? ഇഷ്ടം ഉണ്ടാകാൻ ക്വാളിറ്റി മാത്രം പോരാ, പ്രൈസ് ഒരു പ്രധാന ഘടകമാണ്. ഈ പ്രൈസിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഡിവാല്യുവേഷൻ. അതായത് എക്സ്പോർട്ട് സ്വിച്ചിങ് പോളിസി നടപ്പിലാക്കാൻ. ഞാൻ പറഞ്ഞു എക്സ്പോർട്ട് സ്വിച്ചിങ് പോളിസി എന്താണ്? എക്സ്പോർട്ട് സ്വിച്ചിങ് പോളിസി എന്താണ്? എക്സ്പോർട്ട് അല്ലെങ്കിൽ എന്താ, ഡൊമസ്റ്റിക് ഗുഡ്സ് വളരെ ഫേവർ ആവണം ഇമ്പോർട്ടഡ് ഗുഡ്സിനെക്കാളും. ഡൊമസ്റ്റിക് ഗുഡ്സിന്റെ ഡിമാൻഡ് കൂടുതൽ നടക്കണം, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഗുഡ്സിന്റെ എക്സ്പോർട്ട് കൂടുതൽ നടക്കണം. അതായത് അത് ഫോറിനേഴ്സിന് നമ്മൾ ഗുഡ്സിന് വളരെയധികം താല്പര്യം വരണം. അത് ക്വാളിറ്റി മാത്രമല്ല, പ്രൈസും ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസി നടപ്പിലാക്കാൻ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന 1-2 കാര്യങ്ങളാണ്. 1 ഡിവാല്യുവേഷൻ, 2 ഡിപ്രീസിയേഷൻ, 3 ഇമ്പോർട്ട് ടാരിഫിൽ മാറ്റം വരുത്തി, 4 ഇമ്പോർട്ട് കോട്ടയിൽ മാറ്റം വരുത്തി. മനസ്സിലായോ? എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസി ഗവൺമെന്റ് നടപ്പിലാക്കുന്നത് എങ്ങനെയൊക്കെയാ? ഡിവാല്യുവേഷനിലൂടെ, ഡിപ്രീസിയേഷനിലൂടെ, ഇമ്പോർട്ട് ടാരിഫിലൂടെ, ഇമ്പോർട്ട് കോട്ടയിലൂടെ. മനസ്സിലായോ? ഇതൊരു ചോദ്യം വന്നത് ഡിവാല്യുവേഷനിൽ നിന്നാണ് ചോദ്യം വന്നത്. മനസ്സിലായോ? അപ്പോൾ എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസി, അത് എന്താണ് എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസി നിങ്ങൾക്ക് മനസ്സിലാക്കി. ഇറ്റ് ഈസ് എ പോളിസി ഓഫ് ഗവൺമെന്റ് ദാറ്റ് എൻകറേജ് people to do spend more on domestic goods instead of foreign, that means imported goods. മനസ്സിലായോ? അത് നടപ്പിലാകണമെങ്കിൽ പ്രധാനമായിട്ടും 4 കാര്യങ്ങളിലൂടെ എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസി നടപ്പിലാക്കും. 1 ഡിവാല്യുവേഷൻ, 2 ഡിപ്രീസിയേഷൻ, 3 ഇമ്പോർട്ട് ടാരിഫ്, 4 ഇമ്പോർട്ട് കോട്ടയിൽ മാറ്റം വരുത്തി. ഇതിൽ ചോദ്യം വന്നത് ഡിവാല്യുവേഷനിൽ നിന്നാണ്. എവിടെ നിന്നാണ്? അപ്പോൾ എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസി നിങ്ങൾക്ക് മനസ്സിലായി. എന്താണ്? ഡൊമസ്റ്റിക് ഗുഡ്സിനോട് ആൾക്കാർക്ക് പ്രിയം ഉണ്ടാകണം, അതിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യണം, അത് കൂടുതൽ എക്സ്പോർട്ട് ചെയ്യണം. ആരെക്കാളും? ഇമ്പോർട്ടഡ് ഗുഡ്സിനേക്കാളും. ആരെക്കാളും? ഇമ്പോർട്ട് ഗുഡ്സിനേക്കാളും. അതിന് എങ്ങനെയൊക്കെ സാധിക്കും? അതിനാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസി എന്ന് പറയുക. അത് എങ്ങനെയൊക്കെ സാധിക്കും? ഡിവാല്യുവേഷനിലൂടെ, ഡിപ്രീസിയേഷനിലൂടെ, ഇമ്പോർട്ടഡ് കോട്ട നിശ്ചയിക്കുന്നതിലൂടെ, പിന്നെ എന്താ, ഇമ്പോർട്ടഡ് ടാരിഫിൽ മാറ്റം വരുത്തുന്നതിലൂടെയൊക്കെ സംഭവിക്കും. ചോദ്യകർത്താവ് ഇവിടെ ഡിവാല്യുവേഷനിൽ നിന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്താണ് ഡിവാല്യുവേഷൻ? എന്താ ഡിവാല്യുവേഷൻ? എടാ, ഡിവാല്യുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഒഫീഷ്യൽ റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് കൺട്രീസ് കറൻസി ബൈ ഇറ്റ്സ് ഗവൺമെന്റ് ഓർ സെൻട്രൽ ബാങ്ക്. എന്താണ്? ഇത്രയേ ഉള്ളൂ ഡിവാല്യുവേഷൻ. ആ വാക്കിൽ തന്നെയുണ്ട്, വാല്യുവേഷൻ കുറയ്ക്കുന്നു. ഡിവാല്യുവേഷൻ. ആരുടെ ഡിവാല്യുവേഷൻ ആണ് സംഭവിക്കുക? ദ ഒഫീഷ്യൽ റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് കൺട്രീസ് കറൻസി. അല്ലെ? ഒരു രാജ്യത്തിന്റെ കറൻസിയുടെ വാല്യൂ റെഡ്യൂസ് ചെയ്യുന്നതിന്, ഒഫീഷ്യലി റെഡ്യൂസ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ഡിവാല്യുവേഷൻ. ക്ലിയർ? സംശയമുണ്ടോ? എന്താണ്? ഒരു രാജ്യത്തിന്റെ കറൻസിയുടെ വാല്യൂ ഒഫീഷ്യലി റെഡ്യൂസ് ചെയ്യുക. എന്താണ് ഡിവാല്യുവേഷൻ? ഒരു കറൻസിയുടെ വാല്യൂ ഒഫീഷ്യലി കുറയ്ക്കുക. മനസ്സിലായോ? ഇപ്പൊ ഡിവാല്യുവേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസി പറ്റും. എന്താ എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസി? എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഗവൺമെന്റിന്റെ പോളിസിയാണ് ഡൊമസ്റ്റിക് ഗുഡ്സിനെ കൂടുതൽ ആൾക്കാർ സ്പെൻഡ് ചെയ്യാൻ, ഡൊമസ്റ്റിക് ഗുഡ്സ് കൂടുതൽ ആൾക്കാർ വാങ്ങാൻ, അതിലേക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ. മനസ്സിലായോ? സംശയമുണ്ടോ? അതിലേക്ക് വേണ്ടി ഗവൺമെന്റ് ശ്രമിക്കുന്ന ഒരു ശ്രമമാണ് ഏത്? എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസി. മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ട് മോർ ചീപ്പർ, അതായത് ഡൊമസ്റ്റിക് ഗുഡ്സ് കൂടുതൽ എക്സ്പോർട്ട് ചെയ്യപ്പെടുകയും, അങ്ങനെ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പോർട്ട് ഫോറിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താ? മോർ ചീപ്പറായിട്ട് മാറും. കാര്യം എക്സ്പോർട്ട് ചെയ്ത് വരുന്ന സാധനങ്ങൾ അവർ ഫോറിനേഴ്സ് വാങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ ചീപ്പറായിട്ട് മാറും. എങ്ങനെ? ഡിവാല്യുവേഷൻ, എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസി നടപ്പിലാക്കുന്നതിലൂടെ. എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസി എങ്ങനെയൊക്കെ നടപ്പിലാക്കും? ഡിവാല്യുവേഷൻ, ഡിപ്രീസിയേഷൻ, ഇമ്പോർട്ട് ടാരിഫ്, ഇമ്പോർട്ട് കോട്ട. ഇവിടെ ചോദ്യം വന്ന എവിടുന്ന? ഡിവാല്യുവേഷൻ. ക്ലിയർ ആണ്? ഡിവാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കറൻസിയുടെ വാല്യൂ ഒഫീഷ്യലി കുറയ്ക്കുക. കറൻസിയുടെ വാല്യൂ ഒഫീഷ്യലി കുറയ്ക്കുക. എന്താണ് കറൻസിയുടെ വാല്യൂ ഒഫീഷ്യലി കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. എടാ, ബിഫോർ ഡിവാല്യുവേഷൻ നടത്തിയില്ല എന്നിരിക്കട്ടെ, ഒരു $1 എന്ന് പറഞ്ഞാൽ അതിന്റെ കറൻസിയുടെ വാല്യൂ 50 രൂപയാണ്. അതായത് $1 മേടിക്കണമെങ്കിൽ ഇന്ത്യയുടെ 50 രൂപ കൊടുക്കണം. സപ്പോസ് അങ്ങനെ ചിന്തിക്കൂ.
ഡിവാല്യൂഷൻ വന്നില്ല, വാല്യൂ ഓഫ് കറൻസി കുറച്ചില്ല. $1 വാങ്ങണമെങ്കിൽ, അമേരിക്കയിൽ നിന്ന് $1 വാങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ $1 അവിടെ വിലയുള്ള ഒരു സാധനം വാങ്ങണമെങ്കിൽ 50 രൂപ, ഇന്ത്യൻ കറൻസി 50 രൂപ കൊടുക്കണം. മനസ്സിലായോ? ആഫ്റ്റർ ഡിവാല്യൂഷൻ നോക്കിക്കോളൂ, $1 വാങ്ങണമെങ്കിൽ 60 രൂപ കൊടുക്കണം. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കറൻസിയുടെ വാല്യൂ ഇല്ലാണ്ടായി, കുറച്ചു. നേരത്തെ $1 വാങ്ങണമെങ്കിൽ 50 രൂപ കൊടുത്താൽ മതി, ഇപ്പോൾ $1 വാങ്ങണമെങ്കിൽ 60 രൂപ കൊടുക്കണം. എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാരൻ്റെ $1 വാങ്ങണമെങ്കിൽ ഇന്ത്യയുടെ 60 രൂപ കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഡിവാല്യുവേഷൻ സംഭവിച്ചു, കറൻസിയുടെ വാല്യൂ കുറച്ചു. മനസ്സിലായോ? സംശയമുണ്ടോ? ക്ലിയർ ആണോ? നൗ ദ ഇന്ത്യൻ റുപ്പി ഹാസ് ലോസ്റ്റ് വാല്യൂ. ശരിയല്ലേ? ഏർലിയർ 50 could buy $1, now 60 is needed to buy $1. മനസ്സിലായോ? ദിസ് മീൻസ് ദ റുപ്പി ഹാസ് ബീൻ ഡിവാല്യൂഡ്. ക്ലിയർ ആണേ? അപ്പോൾ ഡിവാല്യുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കി. ഒഫീഷ്യലി കറൻസിയുടെ, ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ കുറയ്ക്കുന്നു. മനസ്സിലായോ? ഈ ഡിവാല്യുവേഷൻ എന്തിനു സഹായിക്കുമെന്നാണ് പറയുന്നത്? എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസിക്ക്. എന്തിനാടാ? എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസിക്ക്. എന്തിനാടാ? എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസി. എന്താ എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസി? ഇറ്റ് ഈസ് എ പോളിസി അല്ലേ? എന്തിനു വേണ്ടിയിട്ട്? ഡൊമസ്റ്റിക് ഗുഡ്സിന്റെ പ്രൊമോഷൻ, എക്സ്പോർട്ട് മോർ ചീപ്പർ ആക്കാൻ. ആരെക്കാളും? ഇമ്പോർട്ടിനേക്കാളും. സംശയമില്ല എന്ന് വിചാരിക്കുന്നു. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെ ഈ കറൻസിയെ ഡിവാലുവേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? എങ്ങനെ? ഇപ്പോൾ ഒരു ഡിവാലുവേഷന് മുമ്പേ $1 മേടിക്കാൻ 50 രൂപ കൊടുത്തു, ഡിവാല്യൂഷൻ നടത്തി, $1 മേടിക്കണമെങ്കിൽ 60 രൂപ കൊടുത്താലേ $1 മേടിക്കാൻ പറ്റുള്ളൂ. ഇന്ത്യൻ കറൻസി ഒഫീഷ്യലി ഡിവാലുവേറ്റ് ചെയ്തു. റിസൾട്ട് എന്താണ്? റിസൾട്ട് എന്തായി? $1 മേടിക്കണമെങ്കിൽ 50 രൂപ കൊടുത്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 60 രൂപ കൊടുക്കണം. അതിനർത്ഥം ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ ഡിവാലുവേറ്റ് ചെയ്തു. മനസ്സിലായോ? അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഡിവാലുവേറ്റ് ചെയ്യുക? ഞാൻ പറഞ്ഞു, എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസി നടപ്പിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഡിവാലുവേഷൻ. മനസ്സിലായോ? എന്തിന്? വൈ ഡസ് എ കൺട്രി ഡിവാലുവേറ്റ്സ് കറൻസി? ഒന്ന് എ കൺട്രി മേ ഡിവാലുവേറ്റ് ഇറ്റ്സ് കറൻസി. ഒന്ന് എന്തിനു സഹായിക്കും? ഇൻക്രീസ് എക്സ്പോർട്ട്. എക്സ്പോർട്ട് കൂടുന്നതിന് സഹായിക്കും. ഞാൻ പറഞ്ഞു, എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസി എന്തിനാ വരണേ? എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസി എന്തിനാണ് വരണേ? എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസി വരുന്നത് എന്തിനാണ്? ഡൊമസ്റ്റിക് ഗുഡ്സിലേക്ക് ആൾക്കാർ മോറായിട്ട് സ്പെൻഡ് ചെയ്യാൻ, ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിനെ ആശ്രയിക്കാതിരിക്കാനാണ് എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസി നടപ്പിലാക്കുക. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അങ്ങനെ ഡൊമസ്റ്റിക് ഗുഡ്സിലേക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഡൊമസ്റ്റിക് ഗുഡ്സിൻ്റെ ഡൊമസ്റ്റിക് ഗുഡ്സിലേക്ക് ആൾക്കാർക്ക് കൂടുതൽ പ്രിയമേകണം. അതായത് ഇമ്പോർട്ടഡ് ഗുഡ്സ് ഭയങ്കര കോസ്റ്റ് ആയിരിക്കും അല്ലേ? കോസ്റ്റ്ലി ആകുമ്പോഴാണ് ഡൊമസ്റ്റിക് ഗുഡ്സിലേക്ക് ആൾക്കാർ കൂടുതൽ സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഇമ്പോർട്ടഡ് ഗുഡ്സ് കൂടുതലായിട്ട് എന്താവും? കോസ്റ്റ്ലി ആവും. കറൻസി ഡിവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇമ്പോർട്ട് എന്ത് ചെയ്യും? മോർ എക്സ്പെൻസീവ് ആവും. അതിനർത്ഥം എന്താ? അതായത് ഡൊമസ്റ്റിക് ഗുഡ്സിലേക്ക് ആൾക്കാർ കൂടുതൽ സ്പെൻഡ് ചെയ്യും. അതിനർത്ഥം എന്താ? ഡൊമസ്റ്റിക് ഗുഡ്സിലേക്ക് ആൾക്കാർ കൂടുതൽ സ്പെൻഡ് ചെയ്യുകയും ചെയ്യും. കാര്യം ആൾക്കാർ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന സാധനത്തിന് ഭയങ്കര കോസ്റ്റ് ആയതുകൊണ്ട് അത് മേടിക്കില്ല. എന്ത് ചെയ്യും? ഡൊമസ്റ്റിക് ഗുഡ്സിലേക്ക് കൂടുതൽ അങ്ങോട്ട് സ്പെൻഡ് ചെയ്യും. കൂടാതെ ഈ ഡൊമസ്റ്റിക് ഗുഡ്സ് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പോർട്ട് ചെയ്യാനും പറ്റും. കാരണം എക്സ്പോർട്ട് ആ സമയത്ത് മോർ ചീപ്പറാണ്. എക്സ്പോർട്ട് മോർ ചീപ്പറാണ്. അതെങ്ങനെ മോർ ചീപ്പറായി? എങ്ങനെ ഇമ്പോർട്ട് എക്സ്പെൻസീവായി? ഡിവാല്യൂഷൻ വഴി എങ്ങനെ എക്സ്പോർട്ട് ചീപ്പറായി? എങ്ങനെ ഇമ്പോർട്ട് കോസ്റ്റ്ലിയറായി? നമുക്ക് നോക്കാം. നോക്കൂ, ബിഫോർ ഡിവാലുവേഷൻ സപ്പോസ് ഇന്ത്യൻ കമ്പനി ഒരു ഷർട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനി എന്ത് ചെയ്യാണ്? ഒരു പീസ് ഓഫ് ഷർട്ടിന് 1000 രൂപ വെച്ച് കൊടുക്കുകയാണെന്ന് ഇരിക്കട്ടെ. ബിഫോർ ഡിവാലുവേഷൻ ആണ്. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ്, അതായത് $1 മേടിക്കണമെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 50 രൂപ കൊടുക്കണം. ബിഫോർ ഡിവാലുവേഷൻ ആണ്. $1 മേടിക്കണമെങ്കിൽ 50 രൂപ കൊടുക്കണം. ഇന്ത്യ എക്സ്പോർട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. എക്സ്പോർട്ട് ഷർട്ടാണ് എക്സ്പോർട്ട് ചെയ്യുക. ഒരു പീസ് ഷർട്ട് 1000 രൂപയ്ക്കാണ്. എക്സ്ചേഞ്ച് റേറ്റ് $1 50 രൂപയാണ്. നോക്കൂ, എടാ, ഹൗ മച്ച് ഡസ് ദ അമേരിക്കൻ ബയർ പേ? 1000 രൂപ വിലയുള്ള ഒരു ഷർട്ട് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ 1000 രൂപ, ഇന്ത്യൻ കറൻസി 1000 രൂപ വിലയുള്ള ഷർട്ടാണ് അമേരിക്കയിൽ എക്സ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കക്കാരും അത് വാങ്ങുന്നു. 1000 രൂപ വിലയുള്ള ഷർട്ട് അമേരിക്കക്കാരും അത് വാങ്ങുമ്പോൾ നമുക്കറിയാം
ഒരു രൂപ സോറി ഒരു ഡോളർ മേടിക്കണമെങ്കിൽ 50 രൂപ. അപ്പോൾ 1000 വിലയുള്ള ഷർട്ടാണ്, 50 രൂപയാണ് ഒരു ഡോളർ. അങ്ങനെയെങ്കിൽ 1000 റുപ്പീസ് ഡിവൈഡഡ് ബൈ 50, അതായത് $20 1000 രൂപയ്ക്ക് തുല്യം. നിങ്ങൾക്ക് മനസ്സിലായി? അതായത് ഇന്ത്യയിൽ 1000 രൂപ വിലയുള്ള ഒരു ഷർട്ട് $20 കൊടുക്കുമ്പോൾ അമേരിക്കക്കാരന് കിട്ടും. എപ്പോൾ? ബിഫോർ ഡിവാലുവേഷൻ. ക്ലിയർ ആണ്? ഒരു ഡോളറിന് 50 രൂപ, ഒരു ഷർട്ടിന് 1000 രൂപ, 1000 രൂപ വിലയുള്ള ഒരു ഷർട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു, അത് അമേരിക്കക്കാരന് കിട്ടി. അമേരിക്കക്കാരാണ് അത് വാങ്ങണമെങ്കിൽ 1000 രൂപ വിലയുള്ളത്, നമുക്കറിയാം ഒരു ഡോളറിന് 50 രൂപ. അങ്ങനെയെങ്കിൽ 1000 രൂപ വിലയുള്ള ഒരു ഷർട്ട് അമേരിക്കക്കാരൻ വാങ്ങുമ്പോൾ $20 കൊടുക്കും. മനസ്സിലായല്ലേ? അപ്പോൾ $20 കൊടുക്കുമ്പോൾ ഇന്ത്യൻ എക്സ്പോർട്ടർക്ക് 1000 രൂപ കിട്ടും. കറക്റ്റാണ്. അമേരിക്കൻ എക്സ്പോർട്ടർ അമേരിക്കൻ ബയർ അതിന് $20 കൊടുക്കണം. അമേരിക്കൻ ബയർ $20 കൊടുക്കുമ്പോൾ 20 × 50 1000 രൂപ കറൻസി ആയിട്ട്, അതായത് റുപ്പീസ് ആയിട്ട് ഇന്ത്യൻ എക്സ്പോർട്ടർക്ക് കിട്ടുകയും ചെയ്യും. സംശയമില്ലാന്ന് വിചാരിക്കുന്നു. ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. ആഫ്റ്റർ ഡിവാലുവേഷൻ നമുക്കറിയാം, ഇന്ത്യൻ ഗവൺമെന്റ് ഒഫീഷ്യലി കറൻസിയുടെ വാല്യൂ ഡിവാലുവേറ്റ് ചെയ്തു. ഞാൻ നേരത്തെ ഒരു ഡോളറിന് 50 രൂപയായിരുന്നത് ഒരു ഡോളറിന് 60 രൂപയാക്കി. ഇപ്പോൾ ഞാൻ കുറച്ച് കാൽക്കുലേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡോളറിന് 100 രൂപയായി ഡിവാലുവേറ്റ് ചെയ്തു. നേരത്തെ ഒരു ഡോളറിന് 50 രൂപ, ഇപ്പോൾ അത് 100 രൂപയായിട്ട് അതായത് നേരത്തെ 50 രൂപ കൊടുത്താൽ ഒരു ഡോളർ കിട്ടും, ഇപ്പോൾ 100 രൂപ കൊടുത്താലേ ഒരു ഡോളർ കിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ കറൻസിയുടെ വാല്യൂ ഭയങ്കരമായിട്ട് ഡിവാലുവേറ്റ് ചെയ്തു. റിസൾട്ട് എന്താ? ഒരു ഷർട്ട് എന്ത് ചെയ്തു? 1000 രൂപ എക്സ്പോർട്ട് ചെയ്തു. ക്ലിയർ? 1000 രൂപയ്ക്കുള്ള ഷർട്ട് എന്ത് ചെയ്തു? എക്സ്പോർട്ട് ചെയ്തു. അപ്പോൾ ഒരു ഷർട്ട് 1000 രൂപയ്ക്കുള്ള ഷർട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് നമുക്കറിയാം 100 ഇപ്പോൾ. ഒരു ഡോളർ മേടിക്കണമെങ്കിൽ 100 രൂപ കൊടുക്കണം. അപ്പോൾ 1000 രൂപ വിലയുള്ള ഒരു ഷർട്ട് ഒരു ഡോളറിന് 100 രൂപ. അങ്ങനെയെങ്കിൽ അവൻ കൊടുക്കേണ്ടി വരിക വെറും $10. ശരിയല്ലേ? കറൻസിയുടെ വാല്യൂ ഡിവാലുവേറ്റ് ചെയ്യപ്പോൾ നേരത്തെ 20 രൂപയാണ് അവൻ ചെലവഴിച്ചത്. ആര്? എക്സ്പോർട്ട് ചെയ്തു ഒരു ഷർട്ട്. ആര്? അമേരിക്കക്കാരെ ഇന്ത്യൻ ഷർട്ട് മേടിക്കണമല്ലോ. നേരത്തെ 50 രൂപയായിരുന്നു എക്സ്ചേഞ്ച് റേറ്റ് ആയിരുന്നപ്പോൾ 20 രൂപ. എന്നാൽ ഇപ്പോൾ അത് എക്സ്ചേഞ്ച് റേറ്റ്, അതായത് കറൻസിയുടെ വാല്യൂ നേരത്തെ 50 എന്നുള്ളത്, അതായത് ഒരു ഡോളർ മേടിക്കാൻ 50 രൂപ എന്നുള്ളത് ഇപ്പോൾ ഒരു ഡോളർ മേടിക്കാൻ 100 രൂപയായി ഡീവാലുവേറ്റ് ചെയ്തപ്പോൾ 1000 രൂപ വിലയുള്ള ഒരു ഷർട്ട് അമേരിക്കക്കാരൻ വാങ്ങണമെങ്കിൽ വെറും $10 കൊടുത്താൽ മതി. നേരത്തെ 20 രൂപ കൊടുത്തുകൊണ്ടിരുന്നത് $10 കൊടുത്താൽ മതി. അതിനർത്ഥം എന്താ? ഇന്ത്യൻ എക്സ്പോർട്ടർ എന്ത് ചെയ്തു? 1000 രൂപ അവന് കിട്ടി. അവന് വേറെ നഷ്ടമൊന്നുമില്ല. കാര്യം 10 × 100 ശരിയല്ലേ? 1000 രൂപ കിട്ടി. പക്ഷെ അമേരിക്കൻ ബയർ എത്ര കൊടുത്താൽ മതി? only $10 കൊടുത്താൽ മതി. അതിനർത്ഥം എന്താ? അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്നുള്ള ഗുഡ്സ് ഭയങ്കര ചീപ്പാവും. എന്നാൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം 1000 രൂപയുടെ ഷർട്ട് 1000 രൂപയ്ക്ക് തന്നെ അയാൾക്ക് കിട്ടും. അയാൾക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. പക്ഷെ അമേരിക്കക്കാരന് കറൻസി ഡിവാലുവേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവൻ എന്ത് ചെയ്തു? മോർ ചീപ്പറായിട്ട് മാറും. അങ്ങനെ ഇന്ത്യയിലെ ഗുഡ്സ് മുഴുവൻ എക്സ്പോർട്ട് ചെയ്ത് എങ്ങോട്ട് പോകും? അമേരിക്കയിലേക്ക് പോകും. അമേരിക്കക്കാർ 2 കൈ നീട്ടിയാൽ എന്ത് ചെയ്യും? സ്വീകരിക്കും. മനസ്സിലായോ? സംശയമുണ്ടോ? അപ്പോൾ ഡീവാലുവേഷൻ എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യില്ലേ? എക്സ്പോർട്ട് തീർച്ചയായിട്ടും പ്രൊമോട്ട് ചെയ്യും അല്ലേ? അങ്ങനെ എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്താൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫേവർ ആയില്ലേ? എന്താ ബാലൻസ് ഓഫ് പേയ്മെന്റ്? എക്സ്പോർട്ടിൽ നിന്ന് ഇമ്പോർട്ടിൻ്റെ പേയ്മെന്റും തമ്മിലൊരു ഡിഫറൻസ്. എക്സ്പോർട്ടിൽ നിന്ന് കിട്ടിയ ഇൻകവും ഇമ്പോർട്ടിന് കൊടുത്ത പേയ്മെന്റിന് കിട്ടിയ ഡിഫറൻസ് അല്ലേ? നോക്കൂ, അത് എക്സ്പോർട്ട് കൂടുന്തോറും അത് നമുക്ക് ഫേവർ ആവും. ശരിയല്ലേ? അപ്പോൾ ഡിവാലുവേഷൻ എക്സ്പോർട്ടിനെ ചീപ്പറാക്കും. എക്സ്പോർട്ട് നേരത്തെ $20 കൊടുത്താണ് ഒരു അമേരിക്കക്കാരൻ വാങ്ങിയെങ്കിൽ കറൻസി ഡിവാലുവേറ്റ് ചെയ്യുക വഴി, ഡൊമസ്റ്റിക് കറൻസി ഡിവാലുവേറ്റ് ചെയ്യുക വഴി എന്ത് ചെയ്യും? എക്സ്പോർട്ട് ഗുഡ്സിന്റെ പ്രൈസ് ചീപ്പാകും. ദാറ്റ് മീൻസ് എക്സ്പോർട്ട് മോർ ചീപ്പർ ആകും. മനസ്സിലായോ? അപ്പോൾ ദ ഷർട്ട് ബിക്കം ചീപ്പർ ഫോർ ഫോറിനേഴ്സ്. ബിഫോർ $20 ആയിരുന്നു, ആഫ്റ്റർ ഡിവാലുവേഷൻ എത്രയായി? $10 ആയി. അതായത് ഫോറിനേഴ്സ് മോർ ടു ബൈ ഇന്ത്യൻ ഷർട്ട്. അതായത് എക്സ്പോർട്ട് കൂടും. ദാറ്റ് മീൻസ് എക്സ്പോർട്ട് മോർ ചീപ്പർ ആയിട്ട് മാറും.
മനസ്സിലായി? അപ്പോൾ എങ്ങനെ അത് ഇമ്പോർട്ട് ബിക്കം എക്സ്പെൻസീവ് ആയിട്ട് മാറുന്നു? ഇമ്പോർട്ട് അത് അങ്ങനെ എങ്ങനെയാടാ എക്സ്പെൻസീവ് ആയിട്ട് മാറുക? ഇത്രയേ ഉള്ളൂ. സപ്പോസ് ഇന്ത്യ ഇമ്പോർട്ട് എ മൊബൈൽ ഫോൺ ഫ്രം അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ആപ്പിളിന്റെ ഐഫോൺ ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് ഇരിക്കട്ടെ. പ്രൈസ് ഇൻ അമേരിക്ക $100 ഇരിക്കട്ടെ. ബിഫോർ ഡിവാലുവേഷൻ $1.50 ആണ്. നമ്മൾ നേരത്തെ അതേ എക്സാമ്പിൾ തന്നെ. ഇന്ത്യൻ ബയർ പേസ് എങ്ങനെ $100 ആണ്. അപ്പോൾ 50 രൂപയാണ് ഇന്ത്യൻ കറൻസിക്ക് ഡോളറായിട്ട് നോക്കുമ്പോൾ. അപ്പോൾ 5000. മനസ്സിലായാലോ? ശരി, ഇവിടെ തെറ്റിപ്പോയതാണ്. ഇത്രയില്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ശരി, അപ്പോൾ 5000 രൂപ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യും? $100 അവിടെ ഉള്ളത് 50 രൂപയാണ് $1 കൊടുത്ത് മേടിക്കേണ്ടത്. $1 കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ $1 സാധനം കിട്ടണമെങ്കിൽ ഇന്ത്യൻ റുപ്പി 50 രൂപ കൊടുക്കണം. അപ്പോൾ $100 സാധനത്തിന് 100 × 50 5000 രൂപ കൊടുക്കണം. സംശയമില്ല, ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ. ഇനി ആഫ്റ്റർ ഡിവാലുവേഷൻ, ഡിവാലുവേഷൻ മുമ്പുള്ള കാര്യമാണ് സാർ പറഞ്ഞത്. ഡിവാലുവേഷന് ശേഷം $1 100 രൂപയായി. $1 എത്രയായി? 100 രൂപയായി. അപ്പോൾ ഇന്ത്യൻ ബയർ നൗ പേസ് എത്ര? 100 × 100 എത്ര? 10,000 റുപ്പീസ് കൊടുക്കണം. അപ്പോൾ ഡിവാലുവേഷൻ സംഭവിക്കുമ്പോൾ പുറത്തുനിന്നുള്ളൊരു സാധനം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യും? നേരത്തെ 5,000 ഉണ്ടായിരുന്നുള്ളൂ, ഇതിപ്പോൾ എന്തായി? 10,000 ആയിട്ട് മാറി. അതായത് ഇമ്പോർട്ടഡ് എന്ത് ചെയ്തു? ഇമ്പോർട്ടഡിന്റെ ഫോൺ കോസ്റ്റ് എന്ത് ചെയ്തു? 5,000 നിന്ന് 10,000 ആയിട്ട് മാറി. അല്ലേ? 5,000 നിന്ന് 10,000. അതായത് ഇമ്പോർട്ട് കോസ്റ്റ് കൂടും. എന്ത് കൂടും? ഡിവാലുവേഷന്റെ ഭാഗമായിട്ട് എന്താടാ? ഇമ്പോർട്ട് കോസ്റ്റ് കൂടും. കാര്യം പിടികിട്ടിയല്ലോ? ഡിവാലുവേഷൻ സംഭവിച്ചു. $1 നേരത്തെ 50 ആയിരുന്നു, ഇപ്പൊ 100 കൊടുക്കേണ്ടി വന്നു. ഒരു മൊബൈൽ ഫോണിന്റെ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു മൊബൈൽ ഫോണിന്റെ പ്രൈസ് $100 ആണ്. നേരത്തെ $50 ആയിരുന്നപ്പോൾ നേരത്തെ $100 തന്നെ. നേരത്തെ എക്സ്ചേഞ്ച് റേറ്റ് 50 ആയിരുന്നപ്പോൾ 100 × 50 5000 രൂപ മുടക്കിയാൽ മതിയായിരുന്നു. ഇപ്പൊ എക്സ്ചേഞ്ച് റേറ്റ് ഡീവാലുവേറ്റ് ചെയ്തു. സോ $1 മേടിക്കണമെങ്കിൽ 100 രൂപ കൊടുക്കണം. അതിനർത്ഥം എന്താ? 100 × 100. ഇപ്പോൾ ആ 5000 രൂപ വിലയുള്ള സാധനത്തിന് എത്ര കൊടുക്കണം? 10,000 രൂപ കൊടുക്കണം. മനസ്സിലായോ? സംശയമുണ്ടോ? ദാറ്റ് മീൻസ് എന്താ? ഇമ്പോർട്ടഡ് ഫോണിന്റെ കോസ്റ്റ് കൂടി. ആൾക്കാരും ഇമ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കില്ല. ഇമ്പോർട്ടഡ് മോർ കോസ്റ്റ്ലി ആവും. മനസ്സിലായോ? അപ്പൊ അതിനർത്ഥം എന്താടാ? ഡീവാലുവേഷൻ മേക്ക് ഡൊമസ്റ്റിക് ഗുഡ്സ് ചീപ്പർ ഫോർ ഫോറിനേഴ്സ് and imported goods costlier for domestic consumers. Clear? By reducing the value of domestic currency. അതിനാണ് നമ്മൾ എന്ത് പറയുക? devaluation എന്ന് പറയുക. Therefore devaluation export increase and import decrease എന്ന് പറയും. സംശയമുണ്ടോ? ഇപ്പോൾ ഡിവാലുവേഷൻ നടത്തി കഴിഞ്ഞാൽ എക്സ്പോർട്ട് മോർ ചീപ്പർ ആവും, ഇമ്പോർട്ട് മോർ കോസ്റ്റ്ലി ആവും. അപ്പോൾ എക്സ്പോർട്ട് മോർ ചീപ്പർ ആവുമ്പോൾ മോർ എക്സ്പോർട്ട് സംഭവിക്കും. ഇമ്പോർട്ട് കോസ്റ്റ് ആകുമ്പോൾ ഇമ്പോർട്ടിന്റെ അളവ് എന്തെയും കുറയും. അപ്പോൾ ഡിവാലുവേഷൻ തീർച്ചയായിട്ടും എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസിയെ ഫേവറായിട്ട് സ്വാധീനിക്കുമെന്ന് പറഞ്ഞാൽ ശരിയാണ്. കാരണം എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞു തന്നു, ഗവൺമെന്റ് എടുക്കുന്ന പോളിസിയാണ്. എന്തിനു വേണ്ടി? ഡൊമസ്റ്റിക് ഗുഡ്സിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട്, എക്സ്പോർട്ടിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട്. ഇമ്പോർട്ടിനെ റെസ്ട്രിക്റ്റ് ചെയ്യാനൊക്കെ നടപ്പിലാക്കുന്ന പോളിസിയാണ് എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസി. അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ടൂളാണ് ഡിവാലുവേഷൻ. ഡിവാലുവേഷൻ മാത്രമല്ല, ഡിപ്രീസിയേഷൻ, ഇമ്പോർട്ട് കോട്ട, ദെൻ ഇമ്പോർട്ട് താരിഫ്, ഇതൊക്കെ ഫാക്ടേഴ്സ് ആണ്. ഇതിൽ ചോദ്യകർത്താവ് ചോദിച്ചത് വെറും ഡിവാലുവേഷൻ ആണ്. മനസ്സിലായോ? ഇനി ചോദ്യത്തിലേക്ക് നമുക്ക് ഒന്നിനൂടെ വരാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മനസ്സിലായി? ചോദ്യത്തിലേക്ക് വരാം. നോക്കൂ ചോദ്യം. ഡിവാലുവേഷൻ ഈസ് നോൺ ആസ് എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് മെഷർ. ഞാൻ എത്രയും വട്ടം പറഞ്ഞു, അസേഷൻ കറക്റ്റ് അല്ലേ? ഡിവാലുവേഷൻ ഈസ് നോൺ ആസ് എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് മെഷർ. എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് മെഷർ ആണ് ഏത്? ഡിവാലുവേഷൻ. ഡിവാലുവേഷൻ മാത്രമാണോ? അല്ല, ഡിപ്രീസിയേഷൻ നമുക്ക് പഠിക്കാനുണ്ട്, എങ്ങനെ അത് വർക്ക് ചെയ്യും. ദെൻ ഇമ്പോർട്ട് താരിഫുകൾ, അതിന്റെ ചേഞ്ചുകൾ, അതെങ്ങനെ വർക്ക് ചെയ്യും. ഇമ്പോർട്ട് കോട്ട, അതെങ്ങനെ വർക്ക് ചെയ്യും. ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ചോദ്യകർത്താവ് ഇവിടെ ചോദിച്ചത് ഡിവാലുവേഷൻ. അപ്പൊ ഡിവാലുവേഷൻ ഈസ് നോൺ ആസ് എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് മെഷർ ആണ്. ശരിയാണോ? അസേഷൻ റൈറ്റ് ആണ്. റീസൺ, ഡിവാലുവേഷൻ എൻകറേജ് ദ സ്വിച്ചിങ് ഓഫ് എക്സ്പെൻഡിച്ചർ, അതായത് ആൾക്കാർ ചിലവഴിക്കുന്നത് ബിറ്റ്വീൻ ഫോറിൻ ആൻഡ് ഡൊമസ്റ്റിക് ഗുഡ്സ്. ശരിയല്ലേ? അത് എന്ത് ചെയ്യും? സ്വിച്ച് ചെയ്യപ്പെടും. ആൾക്കാര് ഫോറിൻ ഗുഡ്സിനേക്കാൾ ഉപരി ഡൊമസ്റ്റിക് ഗുഡ്സിലേക്ക് അവരുടെ എക്സ്പെൻഡിച്ചർ സ്വിച്ച് ചെയ്യപ്പെടും. ഏത് വഴി? ഡിവാലുവേഷൻ വഴി. ശരിയല്ലേ? റീസണും റൈറ്റ് ആണ്.
മനസ്സിലായോ? ക്ലിയർ ആണോ? ആ ചോദ്യം എന്ത് പഠിച്ചിട്ടാണ് നമുക്ക് ആ ചോദ്യം എന്തുമാത്രം പഠിച്ചിട്ടാണ് നമുക്ക് ആ ചോദ്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയത്? സോ അസേഷനും ശരിയാണ്, റീസണും ശരിയാണ്. അസേഷന് മീൻസ് അസേഷൻ കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു, റീസൺ ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുന്നു. സോ ഏതാ ശരി? ബോത്ത് എ ആൻഡ് ബി ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. മനസ്സിലായോ? സംശയമുണ്ടോ? സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? ശരി. അപ്പോൾ 2 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. 2 ചോദ്യം വെച്ച് സാറ് ഈ ക്ലാസ് ഫസ്റ്റ് പാർട്ട് സ്റ്റോപ്പ് ചെയ്യുന്നു. സെക്കൻഡ് പാർട്ട് അടുത്ത ക്ലാസ്സിൽ. ക്ലിയർ ആണോ? അപ്പോൾ എത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെന്ന് കണ്ടോ നിങ്ങൾ? മനസ്സിലാക്കിയോ? അപ്പോൾ ആ രീതിക്കുള്ളൊരു വർക്ക് മാസ്റ്റർക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മൾ ഓരോ പോയിന്റും കീറി മുറിച്ച് നമ്മൾ പഠിക്കും. കാരണം അതിനുള്ളൊരു സമയം നമ്മുടെ സൈഡിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് പഠിക്കാം. നിങ്ങൾക്ക് ഈ കാര്യം പറഞ്ഞത് മനസ്സിലായോ? ഇനി ഒത്തിരി കാര്യങ്ങൾ ഞാൻ സ്ലൈഡിൽ പറയുന്നുണ്ട്, ഞാൻ അതൊന്നും പറയുന്നില്ല ഇപ്പോൾ. കാരണം നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. എന്താ എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? BOP, ബാലൻസ് ഓഫ് പേയ്മെന്റ്, ഒരു രാജ്യത്തിന് എന്താ ഫേവർ ആക്കാൻ പറ്റുന്ന ഒരു മെഷറാണ് എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസി. അങ്ങനെ ഫേവർ ആക്കണമെങ്കിൽ എക്സ്പോർട്ട്, അതായത് ഡൊമസ്റ്റിക് ഗുഡ്സിൽ മേലുള്ള സ്പെൻഡിങ് ഒക്കെ എന്താ ഇന്ത്യക്ക് ഫേവർ ആകണം, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കൺട്രിക്ക് ഫേവർ ആവണം. മനസ്സിലായോ? ആ ഒരു ഫേവർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് മെഷർ എന്ന് പറയുന്നത്. ആ എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് മെഷർ നടപ്പിലാക്കാൻ പറ്റുന്ന 4 ടൂളാണ് ഡിവാലുവേഷൻ, ഡിപ്രീസിയേഷൻ, ഇമ്പോർട്ട് ടാരിഫിൽ ഉണ്ടാകുന്ന മാറ്റം, ഇമ്പോർട്ട് കോട്ടയിൽ ഉണ്ടാകുന്ന മാറ്റം. ഇവിടെ ചോദ്യകർത്താവ് ചോദിച്ചത് ഡിവാലുവേഷൻ എന്നാണ്. ഡിവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒഫീഷ്യലി കറൻസിയുടെ വാല്യൂ കുറയ്ക്കുന്നു. അങ്ങനെ ഒഫീഷ്യലി കറൻസിയുടെ വാല്യൂ കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? എക്സ്പോർട്ട് മോർ ചീപ്പാകുന്നു, ഇമ്പോർട്ട് മോർ കോസ്റ്റ്ലി ആകുന്നു. എക്സ്പോർട്ട് മോർ ചീപ്പ് ആവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഡൊമസ്റ്റിക് ഗുഡ്സിലേക്ക് ആൾക്കാരുടെ എക്സ്പെൻഡിച്ചർ കൂടുന്നു, ദെൻ ഫോറിൻ ഗുഡ്സിലേക്കുള്ള എക്സ്പെൻഡിച്ചർ കുറയുന്നു. മനസ്സിലായോ? സംശയമുണ്ടോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒത്തിരി ഘടകങ്ങൾ നമുക്കിനി 8 ചോദ്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. 2 ചോദ്യമേ പഠിച്ചോളൂ. അടുത്ത പാർട്ടിൽ കാണാം. താങ്ക് യു വെരി മച്ച്.